بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم متابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة أنزلناها وفرضناها وأنزلنا فيها آيات بينات لعلكم تذكرون الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂർ കഴിഞ്ഞ ദിവസം നമ്മൾ ആരംഭിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ അൻസൽനാഹാ വ ഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാത്തിൻ ബയ്യിനാത്തിൻ ലഅല്ലകും തദക്കറൂൻ. ഇതൊരു പ്രത്യേക സൂറത്താണ്. ഈ സൂറത്തിൽ ധാരാളം നിയമങ്ങൾ പഠിപ്പിക്കുകയും ഇറക്കിത്തരുകയും ചെയ്തിട്ടുണ്ട്. സൂറത്തുൻ അൻസൽനാഹ, ഇത് ഒരു പ്രത്യേക സൂറത്താണ്. നാം ഇതിനെ ഇറക്കി. വഫറദ്നാഹ, ഇതിലൊരുപാട് കാര്യങ്ങൾ, നിർബന്ധങ്ങൾ നാം പഠിപ്പിച്ചു. വഅൻസൽനാ ഫീഹാ ആയാത്തിൻ ബയ്യിനാത്ത്, അതിനു പുറമെ അള്ളാഹുവിനെ അറിയുന്നതിന് ഭൂമിയിലും ആകാശത്തിലും അതിനിടയിലും ഒരുപാട് ദൃഷ്ടാന്തങ്ങളും നാം ഇതിൽ ഇറക്കിയിട്ടുണ്ട്. അഹ്കാമുകൾ മാത്രം അല്ല, അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിന് എല്ലാ സൂറത്തിലൂടെയും അള്ളാഹു പഠിപ്പിക്കുന്നത് പോലെ ആയാത്തിൻ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ, നിഷേധിക്കാൻ കഴിയാത്ത, ബുദ്ധിയുള്ളവർ അംഗീകരിക്കുന്ന തെളിവുകളും, ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഉത്ബുദ്ധരാകാൻ, ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നാം അങ്ങനെ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ഹുക്കുമാണ് ഹുക്കുമു സിന, സിനയുടെ വിധി. അസ്സാനിയത്തു വസ്സാനി അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ 100 ജൽദ. സിന ചെയ്യുന്ന സ്ത്രീ, ഖുർആൻ അങ്ങനെ ഒരു വാക്ക് മുന്തിച്ചതിന് വളരെ വലിയ കാലിക പ്രസക്തി എക്കാലത്തുമുണ്ട്. സിന ചെയ്യുന്ന ആണിനെയല്ല ആദ്യം പറഞ്ഞത്, അസ്സാനിയത്തു വസ്സാനി. സിന ചെയ്യുന്ന, വ്യഭിചാരം ചെയ്യുന്ന, വേശ്യാവൃത്തി ചെയ്യുന്ന പെണ്ണ്, വസ്സാനി അത്തരത്തിലുള്ള ആണും. എന്തേ പെണ്ണിനെ മുന്തിക്കാൻ കാരണം? വതഖ്ദീമുഹാ അലസ്സാനി, സിന ചെയ്യുന്ന പുരുഷനേക്കാൾ പെണ്ണിനെ മുന്തിച്ചത് ലിഅന്നഹൽ അസ്ലു ഫിൽ ഫിഅൽ, ഈ പ്രവൃത്തിയിൽ അടിസ്ഥാനം അവളാണ്. മാത്രല്ല ലികൗനി ദാഇയത്തി ഫീഹാ ഔഫറ, ഈ വിഷയത്തിൽ കൂടുതൽ പ്രേരക ശക്തിയായി മുന്നോട്ട് വരുന്നത് പെണ്ണാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും അത്തരത്തിലുള്ള നിയമങ്ങൾ പെണ്ണിന് പച്ചക്കൊടിയായി ഇപ്പോൾ നാട്ടിയത്. എന്തും പറ്റും എന്നതിന് സ്ത്രീകൾക്കാണല്ലോ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് നേരത്തെ
പരിമിതമായ നിയമങ്ങളിൽ അവരുടെ പരിശുദ്ധി പരിരക്ഷിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്കത്ര പരിശുദ്ധിയൊന്നും വേണ്ട എന്ന അർത്ഥത്തിൽ ഏതെങ്കിലും ആളുകളൊക്കെ പുറത്തുനിന്ന് വന്ന് ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, ഭരണത്തിൽ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് കാണുമ്പോൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ബലി കഴിച്ച് പാശ്ചാത്യ നിയമങ്ങളാണ് മുസ്ലിം സംസ്കാരങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റാണെന്ന് പറഞ്ഞൂടാ. കസുറ ഫീഹിമുസ്സിന, അവരിൽ സിന വർദ്ധിച്ചു എന്നതിൻ്റെ ഒരു പുതിയ മോഡൽ കൂടിയാണ് നമ്മൾ കാണുന്നത്. വലൗലാ തംകീനുഹാ മിൻഹുലം, പെണ്ണ് സൗകര്യപ്പെടുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരിക്കലും സിന സംഭവിക്കൂല. ഇത്തരത്തിലുള്ള ഏത് വിഷയത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നവളാണ് സഹോദരി. ഇതൊരാക്ഷേപമല്ല. സഹോദരിമാർക്ക് വരാതിരിക്കാൻ സൂക്ഷിക്കാൻ അവരുടെ ചാപല്യം സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്. പെണ്ണാണ് ഈ വിഷയത്തിൽ മുൻപന്തിയിൽ എന്ന് അല്ലാഹു തആല പറയുന്നത് അസ്സാനിയത്തു വസ്സാനി. ആദ്യം മുന്തിച്ചത് അതുകൊണ്ടാണ്. കേസുകളും പ്രശ്നങ്ങളും വിഷയങ്ങളും അന്വേഷിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ ഒരൊറ്റ ആണിനും ആ വിഷയത്തിൽ പെണ്ണിനോട് എടുക്കാൻ കഴിയൂല. പക്ഷേ ദുർബല അവസ്ഥകൾ പരിഗണിക്കാതെ പുരുഷന്മാരിൽപ്പെട്ടവർ പെണ്ണിനെ ഉപയോഗപ്പെടുത്തുകയാണ്, സഹോദരിയെ, സ്ത്രീകളെ ഉപയോഗപ്പെടുത്തുകയാണ്. അതിന് ചെറിയ ഒരു ചാൻസ് കിട്ടിയാൽ മതി, അപ്പോഴേക്കതിന് വീഴാൻ അവരും ഒരുങ്ങി നിൽക്കാൻ. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു നമ്പർ മാറിയിട്ട് ഒരു കോള് പോയാൽ അതെടുത്തത് ഒരു സഹോദരിയാണെങ്കിൽ സോറി മാറിപ്പോയതാണെന്ന് പറഞ്ഞാൽ വീണ്ടും വിളിക്കും. നിങ്ങളെവിടെ, എന്താ വിശേഷം, എന്തിനാ നിങ്ങൾ വിളിച്ച്, നിങ്ങൾക്ക് എന്താ ജോലി, ഇതെന്തിനാ ചോദിക്കുന്നത്? മുമ്പ് സ്വന്തം ഭർത്താവിനെ, രണ്ടും നല്ല 3-4 സംഭവങ്ങൾ ആവർത്തിച്ചത്, ഭർത്താവിനെ കൊലപ്പെടുത്താനുള്ള കാരണം ഇപ്പം ആവർത്തിച്ചതല്ല, മുമ്പും കുറച്ച് മുന്നോട്ടിരിക്കണം. കൊലപ്പെടുത്താനുള്ള കാരണം ഒരു മിസ് കോളാണ്. അത് ഭർത്താവ് എടുക്കാത്തത് കൊണ്ട് അദ്ദേഹം ഉറങ്ങാണ്, ഭാര്യ എടുത്ത് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഭാര്യയ്ക്ക് ഒരു കാര്യം മാത്രം ചോദിച്ചാൽ മതിയല്ലോ. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെപ്പോഴും സംസാരിക്കുമ്പോൾ വഖുൽന ഖൗലൻ മഅറൂഫ, പറയേണ്ട പരിധിയിൽ പറഞ്ഞു നിർത്തിയാൽ മതി. സഹോദരിമാരോട് നിങ്ങൾ പറയുമ്പോൾ തന്നെ പരിധി വിട്ടോ അലങ്കാരം കൂട്ടിയോ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ വലാ തഖ്ലഅന ബിൽ ഖൗൽ, അല്ലാഹു പറയുന്നു നിങ്ങൾ വിനയത്തോടെ കൊഞ്ചിക്കുഴഞ്ഞ് ആടി സംസാരിക്കരുത്. ഫയത്തുമഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, അപ്പോൾ മാനസിക രോഗമുള്ള ആൾ നിങ്ങളിൽ താല്പര്യപ്പെടും. മാനസിക രോഗം അല്ലാഹു അങ്ങനെ പറഞ്ഞു, ഫയത്തുമഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, അവൻ്റെ കൽബിൽ രോഗമുണ്ട്, ആ രോഗം മാറിനെ കുറിച്ച് പറയാം. ആ രോഗമുള്ളവൻ കൊതിക്കും നിങ്ങളിൽ, അതിൻ്റെ കരുക്കൾ നീക്കും. അങ്ങനെ ഭർത്താവിൻ്റെ ഫോൺ ഉറങ്ങുന്ന സമയത്ത് ഈ പെണ്ണെടുത്ത് സംസാരിച്ചു. അയാൾ എന്തോ ഒരു ആവശ്യത്തിന് മൂപ്പരെ കിട്ടാൻ വേണ്ടി വിളിച്ചതാണ്. ഈ പെണ്ണ് സുദീർഘമായി സംസാരിച്ചപ്പോൾ അവന് തോന്നി ഇത് വലയിൽ വീഴുന്ന സാധനമാണ്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് അതേ ടൈമിൽ വീണ്ടും വിളിച്ചു. ശല്യം ചെയ്യുന്ന ഒരാണാണെങ്കിൽ ഒരു പറച്ചിലൊന്ന് അമർത്തി പറഞ്ഞാൽ പിന്നെ വിളിക്കുമോ? പിന്നെ വിളിക്കുമല്ലോ. നിങ്ങളെ നമ്പർ ഇതാ കൊടുക്കാൻ പോവുകയാണ്, നിങ്ങൾ എവിടെയുള്ള ചെപ്പ പിടിച്ചോളും, പ്രശ്നമാക്കണ്ട. ഇല്ല, ഇനി മേലാൽ വിളിക്കൂല. അങ്ങനെ എത്ര വിളി നിർത്തിയതുണ്ട്. മാറി വന്നതന്നെ പെണ്ണാണ് എടുത്തതെന്ന് കണ്ടിട്ട് സൗകര്യം ഉപയോഗപ്പെടുത്താൻ വേണ്ടി നോക്കിയപ്പോൾ ഒന്ന് പറയേണ്ടതുപോലെ പറഞ്ഞാൽ പിന്നെ വിളിക്കൂല. ഇത് പതിവിൽ കവിഞ്ഞ് സംസാരിച്ചപ്പോൾ പിറ്റത്തെ ആഴ്ച അതേ ടൈമിൽ വീണ്ടും വിളിച്ചു. 3ാമത്തെ വിളിയിൽ അവർ സംസാരിച്ചു. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മളൊന്ന് കണ്ട് സംസാരിക്കണം. കണ്ട് സംസാരിച്ചപ്പോൾ നമ്മളെ കാഴ്ചക്കും നമ്മൾ ഒരുമിച്ചുകൂടലും തടസ്സം ഈ 4 കുട്ടികളെ നൽകിയ ഈ ഭർത്താവാണെന്ന് പറഞ്ഞപ്പോൾ ഇനി അതിനെ എങ്ങനെ കൊല്ലണം എന്നായി. കൊന്നാ എന്ത് കിട്ടുന്നായി പിന്നെ ചർച്ച. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഭാര്യയെയോ അത് പെട്ടെന്ന് കൊല്ലാന്ന് പറഞ്ഞു. അങ്ങനെ 2 ഭാഗത്തുനിന്നും കൊലപാതകങ്ങൾ നടത്തിയത് ഇതിപ്പോൾ പുതിയ സംഭവമൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പേ ഇതുണ്ട്. ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയുന്നത്, ആര് വിളിച്ചാലും പറയേണ്ടത് മാത്രം പറയണം. ഏറെ പറഞ്ഞാൽ ഒരു പക്ഷേ ഫയത്തുമഅ അല്ലദീ ഫീ ഖൽബിഹി മറദ്,
നമ്മളാകരുത് അതിൻ്റെ കാരണക്കാർ. അപ്പോൾ കൽവിൽ രോഗമുള്ളവൻ കൊതിക്കും. അവൻ ഏതായാലും അവൻ്റെ ഭാര്യയെ കൊണ്ടൊക്കെ ഒരു ശല്യമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇനി ഏതെങ്കിലും ഒരു മുടക്കാചെറുക്കായി ഒന്ന് കിട്ടിയാൽ തിരക്കടില്ല എന്ന് കരുതി അവനും ഉണ്ടാകും വൈത്താൽ. അതുകൊണ്ട് അങ്ങനെ സംസാരിക്കരുത്. വഖുൽന ഖൗലൻ മഅറൂഫ. ഈ കൽപ്പന വന്നത് ആരോടാ നോക്ക് നിങ്ങൾ? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട്. അവരോടുള്ള ഈ കൽപ്പന ലോകത്ത് നന്നാകണം, നല്ല നിലക്ക് ജീവിക്കണം എന്നുള്ള എല്ലാ സഹോദരിമാർക്കും ബാധകമാണ്. അല്ലാഹു തആല ഇത് ആദ്യമായി ഈ ആയത്തിറക്കി കൊടുക്കുന്നത് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോടാണ്. അവരത്ര ഭംഗിയും അത്ര ചൊങ്കും ചൊർക്കുള്ളതൊന്നും പിൽക്കാലത്തില്ല, അത് വേറെ വിഷയം ഇരിക്കട്ടെ. അവരോട് അല്ലാഹു തആല പറയുന്നു, വലാ തഖ്ലഅന ബിൽ ഖൗൽ. ആളുകൾ പുറത്തുനിന്ന് വന്ന് നിങ്ങളോട് പലതും ആവശ്യപ്പെടും, ചോദിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വീട്ടിലാണ്. നിങ്ങളെപ്പോൾ സംസാരിക്കുകയാണെങ്കിലും വലാ തഖ്ലഅന ബിൽ ഖൗൽ, വാക്കുകൊണ്ട് നിങ്ങളൊരു വിനയം പ്രകടിപ്പിക്കരുത്, ഒരു പതുക്കെയാക്കരുത്, നിങ്ങളതിൽ കൊഞ്ചിക്കുഴയരുത്. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഏതെങ്കിലും ഒരുത്തൻ്റെ മനസ്സിൽ രോഗം ത്രസിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ ആഗ്രഹിക്കുമ്പോൾ പിന്നെ ആവശ്യ പൂർത്തീകരണത്തിന് ബാക്കിയുള്ള തടസ്സങ്ങളൊക്കെ നീക്കും. അത് സ്വാഭാവികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഒരന്യ പുരുഷനും സ്ത്രീയും, ഭാര്യയും ഭർത്താവും അല്ല, അത് അന്യ പിന്നെ എനിക്കവിടെ ഹലാലായി. ഒരന്യ പുരുഷനും സ്ത്രീയും അവിടെ ഒരുമിച്ച് കൂടിയാൽ, ഒരു സ്ഥലത്തൊരുമിച്ച് കൂടി, ഒരു ഖൽവത്തിലാണെന്ന് കൂട്ടിക്കോളൂ. ഇല്ലാ വബൈനഹുമാ ഷൈത്താൻ, അവർക്കിടയിൽ ഒരു ഷൈത്താനുണ്ട്. ആ ഷൈത്താന് സർവ ഫ്രീഡവും രണ്ടുപേർക്കും നൽകുന്ന അവസ്ഥയിലായിരിക്കും അവൻ്റെ സ്വാധീനങ്ങൾ. പുരുഷനോടും പറയും സ്ത്രീയോടും പറയും, ഇപ്പോൾ വേണമെങ്കിൽ നിനക്ക് അവളെ, വേണമെങ്കിൽ അവനെ, രണ്ടാളോടും പറയും. അതുകൊണ്ടാണ് നിങ്ങൾ നോക്ക്, ഒരന്യ സ്ത്രീയും അന്യ പുരുഷനൊക്കെ അയലാ ദറജയിലെത്തിയ ആൾക്കാരൊക്കെ അങ്ങനെ ഒരുമിച്ച് കൂടണമെങ്കിൽ ഫത്തുഹുൽ മീൽ പറഞ്ഞു, അതിന് ഉദാഹരണം പറഞ്ഞത് ഒന്ന് ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനെയും മറ്റൊന്ന് റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയാണ്. അത്തരത്തിലുള്ള ആണും പെണ്ണും ഒരുമിച്ച് കൂടുമ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകൂല. അല്ലാത്ത എല്ലാവരും ശ്രദ്ധിക്കണം, അത് മൂലേറെ പെണ്ണുങ്ങളാണെങ്കിലും ശരി, ഏറാര പെണ്ണുങ്ങളാണെങ്കിലും ശരി, പെണ്ണൊക്കെ പെണ്ണാണ്, ആണൊക്കെ ആണാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടി മൂപ്പര നിർദ്ദേശങ്ങളൊക്കെ കിട്ടി, ഉപദേശങ്ങളൊക്കെ കിട്ടി ഞങ്ങൾ പോകുന്നതാണ്. മൂപ്പര ഉപദേശം ജീവിതത്തിന് വലിയ മാറ്റമാണ്. ഓരോരുത്തരെ വിളിച്ച് മൂപ്പര അങ്ങനെ ഉപദേശിക്കലാണ്. അത് ആരാൾ? അത് നമ്മളെ പിന്നെ ഉപ്പാപ്പയാണ്. ഏത് ഉപ്പാപ്പ? നമ്മളെ ആത്മീയ രംഗത്തുള്ള ഉപ്പാപ്പയാണ്. ഏത് ഉപ്പാപ്പയാണെങ്കിലും ശരി. സുഫിയാനു സൗരിൻ്റെ ദർജയിലെത്തിയ ഉപ്പാപ്പല്ലല്ലോ, എന്നാൽ താഴോട്ടുന്നോളി. വളരെ കരുതണം, വളരെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ കാര്യം പോക്കാണ്. ഇവിടെ തുടക്കത്തിൽ അസാനിയത്തു എന്ന് പറഞ്ഞപ്പോൾ അത് വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ മുഫസ്സിറുകൾ പറയാണ്, ഇത് വെറുതെ അല്ലാഹു തആല പറഞ്ഞതല്ല. സിന ചെയ്യുന്ന, സിനക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന പെണ്ണ് എന്ന് പറഞ്ഞാൽ സ്വമേധയാ അംഗീകരിച്ചു കൊടുക്കുന്ന, നിർബന്ധിതമായിട്ടല്ല, സ്വമേധയാ അംഗീകരിച്ചു കൊടുക്കുന്ന സഹോദരിയാണ് സാനിയത്ത്. അങ്ങനത്തെയാണ് സംഭവിക്കുന്നത്. സിന എന്ന് പറഞ്ഞാൽ അന്യ പുരുഷൻ അല്ലെങ്കിൽ അന്യ സ്ത്രീ, രണ്ട് ആളുകളിലുണ്ടല്ലോ സിന. പുരുഷന്മാരിലൂടെയും സിനയുണ്ട്, സ്ത്രീകളുടെയും സിനയുണ്ട്. ഹയാത്തുള്ളവരാകണമെന്നേ ഉള്ളൂ. അവിഹിതമായിട്ടുള്ള വീഴ്ചകൾ, അതിനൊക്കെ സിന എന്ന് പറയും. ഫത്തുഹുൽ കണ്ടില്ല, ആണിന് മാത്രമല്ല, മയ്യിത്തായതിനെയല്ല, മയ്യിത്ത് അതിൽ നിന്ന് പരിധിക്ക് പുറത്താണ്. ബാലിഗും ആഖിലുമായ സ്ത്രീ പുരുഷന്മാരായ ആളുകൾ തമ്മിൽ ഉള്ള മുൻദ്വാരത്തിലൂടെയും പിൻദ്വാരത്തിലൂടെയുള്ള അവിഹിത വീഴ്ചകൾ, അതിനൊക്കെ സിന എന്ന് പറയും. അത് പുരുഷനിലുമുണ്ട്, സ്ത്രീയിലുമുണ്ട്. പുരുഷനെയാണ് രതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിലും അതിനും സിന എന്ന് പറയും. കാരണം സിനയെപ്പറ്റി പരിശുദ്ധ ഖുർആനിൽ സിനയെപ്പറ്റി പറഞ്ഞ അതേ ഭാഷ തന്നെയാണ് പുരുഷന്മാർ തമ്മിലുള്ള സ്വവർഗരതിയെപ്പറ്റിയും അല്ലാഹു തആല പറഞ്ഞത് ഫാഹിഷത്ത് എന്നാണ്. വലാ തഖ്റബു സിന ഇന്നഹു കാന ഫാഹിഷ. ഇതേ ഫാഹിഷത്ത് നീചവൃത്തി, നീചകൃത്യം എന്നാണ്. അതഅതൂനൽ ഫാഹിഷത വഅൻതും തുബ്സിറൂൻ. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയോട് അല്ലാഹു ചോദിച്ചത്, ആ നീചകൃത്യം നിങ്ങൾ കൊണ്ടുവരികയാണോ? അവ രണ്ടും ഫാഹിഷത്ത് എന്ന വിഷയത്തിൽ ഒരുപോലെ തന്നെയാണ്. ശിക്ഷയും ഉണ്ട് രണ്ടിനും. ഇവിടെ പഠിപ്പിക്കുന്ന ശിക്ഷ, ഈ ഹുക്ം ഇവിടെ പഠിപ്പിക്കുന്നത് ഫജ്ലിദു കുല്ലവാഹിദിൻ മിൻഹുമാ, അവരിൽ നിന്ന് ഓരോരുത്തരെയും നിങ്ങൾ അടിക്കണം. മിഅത ജൽദ, 100 അടി അടിക്കണം.
ഇത് അവിവാഹിതരെ സംബന്ധിച്ചാണ്. നേരത്തെ എല്ലാവർക്കും ഒരു നിയമമായിരുന്നു. വിവാഹം ചെയ്തവർക്കും അല്ലാത്തവർക്കും നേരത്തെ ഇസ്ലാമിൽ ഒരു നിയമമായിരുന്നു. പിന്നീട് ഈ നിയമം ദുർബലമാക്കപ്പെട്ടു. വിവാഹിതരായ ആളുകളാണെങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലണം എന്ന തീരുമാനം വന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മായിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞ വിഷയം അതിനെ ആധാരമാക്കി മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. വിവാഹം ചെയ്തവരെ എറിഞ്ഞുകൊല്ലുക അത് ഖുർആൻ മാത്രം മുന്നോട്ട് വെക്കുന്ന ഒരു ഹുക്മ് അല്ല, മുൻഗാമികളിലും അല്ലാഹു തആല നടപ്പിലാക്കിയൊരു വിധി തന്നെയാണ്. അതുകൊണ്ടാണ് മദീനയിൽ അങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ മുസ്ലിങ്ങളല്ലാത്തവർ യഹൂദികൾ തമ്മിൽ വേശ്യാവൃത്തി നടന്നപ്പോൾ ആണും പെണ്ണും വിവാഹിതരാണ്, എറിഞ്ഞു കൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ പറഞ്ഞു, തൗറാത്തിലും ഇഞ്ചിയിലും അങ്ങനെ ഒരു നിയമം പഠിപ്പിക്കപ്പെട്ടിട്ടില്ലല്ലോ, അതിൽ എറിഞ്ഞു കൊല്ലാൻ നിയമമില്ലല്ലോ. അപ്പോൾ അവർ പറയുന്നത് ഖുർആൻ്റെ മാത്രം നിയമമാണെന്നാ. തൗറാത്തിൻ്റെ പഴയ കോപ്പി കൊണ്ടുവരാൻ തങ്ങൾ ആവശ്യപ്പെട്ടു. പഴയ കോപ്പി എന്ന് പറഞ്ഞാൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായതാണ്. കൊണ്ടുവന്നു. അവരോടത് വായിക്കാൻ പറഞ്ഞു. വായിച്ചപ്പോൾ എറിഞ്ഞു കൊല്ലണം എന്നിടത്ത് ആ നിയമം പറയാതെ അവിടെ കൈവച്ചുകൊണ്ട് അപ്പുറവും ഇപ്പുറവും വായിച്ചു. അപ്പോൾ കൂട്ടത്തിൽ നിൽക്കുന്ന അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു തൗറാത്തും ഇഞ്ചീലൊക്കെ നന്നായി വശമുള്ള ആളാണ്. തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് അഹ്ലു കിതാബിൻ്റെ നേതാവും കൂടിയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, വായിച്ചത് ശരിയാണോ? ശരിയല്ല. ശരിക്ക് വായിച്ചു കൊടുത്തപ്പോൾ ആ വായനയിൽ എറിഞ്ഞു കൊല്ലണമെന്ന നിയമം ഉണ്ട്. ആ ആണിനെയും പെണ്ണിനെയും എറിഞ്ഞു കൊല്ലാൻ ഉത്തരവിട്ടു, എറിഞ്ഞു കൊന്നു. അപ്പോൾ ഇത് ഇസ്ലാമികമായി മാത്രം ബാധിക്കുന്നൊരു നിയമം അല്ല. ആണെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ മുസ്ലിങ്ങളല്ലല്ലോ, അവർ പൊയ്ക്കോട്ടെ എന്നല്ലേ പറയേണ്ടത്? അവർ മുസ്ലിങ്ങളല്ലല്ലോ, അവർ യഹൂദികളാ, അവർ പൊയ്ക്കോട്ടെ, മുസ്ലിങ്ങൾക്ക് മാത്രമേ ബാധകമുള്ളൂ എങ്കിൽ അങ്ങനെ പറഞ്ഞാൽ പോരെ. അതേസമയത്ത് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ജൂതന്മാരും ജൂതത്തിനും നിസ്കരിച്ചില്ല എന്നുള്ള വിഷയത്തിൽ ആ ശിക്ഷ എടുക്കൂലല്ലോ. അപ്പോൾ ഈ വിഷയം കുറച്ച് ഗൗരവമേറിയതാണ്. മുസ്ലിങ്ങളിൽ മാത്രമല്ല തങ്ങളിത് നടപ്പിലാക്കിയത്, അല്ലാത്തവരിലും നടപ്പിലാക്കിയിട്ടുണ്ട്. ഫജിലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ. ഫജിലിദു എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ജൽദ് എന്നൊക്കെ പറഞ്ഞാൽ തൊലിക്ക് വേദന ആകുന്ന കോലത്തിൽ തൊലി ചേർത്തിട്ട് അടിക്കണം എന്നാണ്. കുപ്പായത്തിൻ്റെ മേലെ അടിച്ചാൽ പോരാ. തൊലി ശരിക്കും ജിൽദ് എന്ന് പറഞ്ഞാൽ തൊലിയ. ഈ തൊലിമ്മൽ അടിക്കണം എന്നാണ്. 100 അടി എന്ന ഹുക്കുമാണ് ഇവിടെ പറഞ്ഞത്. അതിന് പുറമെ ഒന്നുകൂടിയുണ്ട്. 1 വർഷം ഖസറിൻ്റെ ദൂരമോ അല്ലെങ്കിൽ അതിലപ്പുറം ദൂരത്തേക്കോ എവിടെയൊക്കെയാണ് ഇമാം അഭിപ്രായപ്പെടുന്നതിനനുസരിച്ച് നാടും കടത്തണം. ഖസറിൻ്റെ അപ്പുറം ദൂരത്തേക്ക്. നമ്മുടെ നാട്ടിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിയാത്ത ഏതെങ്കിലും ദ്വീപിലേക്കാക്കിയാൽ ഒരു പക്ഷേ തോപ് ചെയ്ത് വന്നോളൂ. വേഗം തിരിച്ചു വരാൻ പ്രയാസമുള്ള കുറച്ച് ചില ദ്വീപുകളൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് വരാൻ കഴിയാത്ത. അങ്ങോട്ടൊക്കെ ഉണ്ടാക്കിയാൽ ആളവിടെ നിന്നിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. വെള്ളത്തിന് വെള്ളമുണ്ട്, മത്സ്യത്തിന് മത്സ്യമുണ്ട്, ഭക്ഷണവും കിട്ടും. അപ്പോൾ അവിടെ നിന്ന് തോപ് ചെയ്ത് ആൾ നന്നായി തിരിച്ചു വന്നോളൂ. ഈ ശിക്ഷാമുറകളിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ആളുകൾ പരാജയപ്പെട്ട് ഇനി ജീവിക്കാൻ കഴിയാത്ത രൂപത്തിൽ പോകണമെന്ന അർത്ഥത്തിലല്ല. ആ കുറ്റബോധത്തോടുകൂടെ ശിക്ഷയിൽ നിന്ന് മാറി തൗബ ചെയ്ത് നന്നാകണമെന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് എറിഞ്ഞു കൊല്ലാൻ ഉത്തരവിട്ട സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബി അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാകൂല, നിങ്ങൾക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞ് തങ്ങൾ ഉറപ്പിന് വേണ്ടിയും തെളിവിന് വേണ്ടിയും വീണ്ടും വീണ്ടും ആ സ്വഹാബിൻ്റെ മുന്നിൽ വെളിവാക്കിയപ്പോൾ, അല്ല നബിയെ, ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് തീർച്ചപ്പെടുത്തി പറഞ്ഞു. 4 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. തങ്ങൾ ശിക്ഷക്ക് ഓർഡർ ഇട്ടു. എറിഞ്ഞു കൊല്ലുന്ന നേരത്ത് എറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കല്ല് പോയി തട്ടുമ്പോൾ രക്തം ഇങ്ങോട്ട് മുന്നോട്ട് തെറിച്ചു വന്നു. ആ രക്തം തെറിച്ച് വന്ന് ഈ എറിഞ്ഞു കൊന്ന ആളെപ്പറ്റി ശിക്ഷ നൽകപ്പെട്ട ആളെപ്പറ്റി ഇപ്പുറത്തുനിന്ന് 1-2 സ്വഹാബിമാർ സംസാരിച്ചു. ഓ, വല്ലാത്ത സംഭവമായിപ്പോയി, മറച്ചു വെച്ചാൽ പോരുന്നില്ലേ? ഖദ് റുജിമ റജ്മൽ കൽബ്, ഒരു നായനെ എറിയും പോലെ എറിഞ്ഞു കൊല്ലപ്പെട്ടില്ലേ? ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം അറിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടൊരു യാത്ര പോകുമ്പോൾ തങ്ങൾ പേരെടുത്ത് വിളിച്ചു. മറ്റേയാളും ഇവിടെ, ആ പറഞ്ഞ ആളും കേട്ട ആളും പോലെ വിളിച്ചു.
വിളിച്ചിട്ട് തങ്ങളൊരു കുഴി കാണിച്ചു കൊടുത്താൽ രണ്ടാൾ ഈ കുഴിയിലേക്ക് ഇറങ്ങിക്കോളി, അതിലതാ ഒരു ജീവിയുണ്ട്, അതിനെടുത്ത് നിങ്ങൾ ഭക്ഷിച്ചോളൂ. അപ്പോൾ അവരോന്ന് നബിയെ ഇന്നഹാ മൈത്തത്തുൻ, അതൊരു ശവല്ലേ, അങ്ങനെ ഞങ്ങൾ ഭക്ഷിക്കാം, നിങ്ങൾക്ക് നല്ല അതാ. നേരത്തെ ആ ശിക്ഷ നൽകപ്പെട്ട് തൗബ ചെയ്ത് തൗബ സ്വീകരിച്ച് വിട പറഞ്ഞു പോയ ആ മഹാനെപ്പറ്റി നിങ്ങൾ എന്തു പറഞ്ഞു? അതിനേക്കാളും നിങ്ങൾക്ക് നല്ലത് ആ ഇറച്ചി തിന്നുന്നതിനേക്കാളും നല്ലത് ഇത് തിന്നലാണ്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ ബാഹ്യതലത്തിൽ ഇങ്ങനെ ഏറുകൊണ്ടിട്ട് മരിച്ചു പോകുന്നതല്ലേ കണ്ടത്? ലഖത്താബ തൗബതൻ ലൗ ഖുസിമത് ബൈനാഹിലിൽ മദീനതി ലവസിഅതുഹും. അദ്ദേഹം ഒരു തൗബ ചെയ്തിട്ടുണ്ട്. ആ തൗബ മദീനക്കാർക്കിടയിൽ വിഭജിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് തന്നെ മതി. അത്രയും വലിയ തൗബയാണ്. തൗബ അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് സ്വർഗത്തിൻ്റെ നദിയിൽ മുങ്ങിക്കുളിക്കുന്ന ആളായിട്ടാണ്. അള്ളാഹു തൗബ സ്വീകരിച്ചതാണ്. ഇവിടെ ആ ശിക്ഷ അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടു, തൗബ സ്വീകരിക്കപ്പെട്ടു. എന്നാൽ പിന്നെ ആഖിറത്തിൽ ശിക്ഷ അല്ലല്ലോ. അതേ സമയത്ത് ഇവിടെ ശിക്ഷ കഴിയാത്തവർ എത്ര പേടിക്കണം, എറിഞ്ഞു കൊല്ലപ്പെടേണ്ടവർ എത്ര പേടിക്കണം. വിവാഹിതരെ നന്നായി ശ്രദ്ധിക്കണം. വിവാഹിതരായ ആണും പെണ്ണും ബന്ധപ്പെട്ടാൽ അവരുടെ അമലുകൾക്കുള്ള പോരായ്മ താഴെ പറയുന്നുണ്ട്, ഞാനത് വായിക്കാം. ഇവിടെ ഇങ്ങനൊക്കെ മുന്നോട്ട് പോയാലും കിട്ടേണ്ട ശിക്ഷ കിട്ടാതിരിക്കുകയും ചെയ്യേണ്ട തൗബ ചെയ്യാതിരിക്കുകയും ചെയ്താൽ എന്താണ് അതിൻ്റെ അവസ്ഥ? ഗുരുതരമായ സംഗതിയല്ലേ. അമലുകളൊക്കെ നടക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഇത് ചെറിയ തെറ്റല്ലല്ലോ, വലിയ തെറ്റല്ലേ. റിദ്ദത്ത് കഴിഞ്ഞാൽ ഇസ്ലാമിൽ ഏറ്റവും വലിയ കുറ്റം ഖത്ലാണ്. മുർത്തദ്ദാക ഏറ്റവും വലിയ കബീറത്താണ്. അത് കഴിഞ്ഞാൽ ഉറങ്ങരുത്. ഞാൻ എണീപ്പിച്ച് നിർത്തും, എന്നെ കുറേ സ്വലാത്തൊക്കെ ചെല്ലേണ്ടി വരും. ഞാനൊക്കെ ആകെ 3-3.5 മണിക്കൂർ ഉറങ്ങിയിട്ടാണ് ഈ നീച്ച് വരുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം, നല്ലോണം കണ്ണു നോക്കണം. 1 മണിക്കൂർ ഉറങ്ങി, എൻ്റെ എല്ലാ ദിവസവും പതിവതാ. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. ഇത് ഉറങ്ങി ജീവിക്കാനുള്ളതല്ല, നാളെ മറ്റന്നാൾ മരിച്ചുകൊണ്ടി വരും. ശരിക്കും ശ്രദ്ധിക്കണം. 1 മണിക്കൂറിനൊപ്പം കുത്തുന്ന ഉറങ്ങണിങ്ങനെ നല്ലോണം ശ്രദ്ധിക്കും. ഇനി കൂടുതൽ ഉറക്കം വരുന്നവരൊന്നൊരു ചീരമുളകേറ്റ് വരിക, ചെറിയ മുളകേറ്റ്, അങ്ങനെ മൂക്കിൽ വെച്ചൊന്ന് മണത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് തിരുമ്പിയാലും മതി, എന്നാൽ കുഴപ്പമുണ്ടാവില്ല. നല്ല ആശ്വാസം. അവിടെ കണ്ണിന് കേടൊന്നും ഉണ്ടാവില്ല, കണ്ണിന് നല്ല തെളിച്ചം കിട്ടും. നിങ്ങൾ നോക്ക്, ഇവിടെ ഈ ശിക്ഷ കൊടുക്കുന്നിടത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടെ പറഞ്ഞിട്ടുണ്ട്, ഖത്ല് കഴിഞ്ഞാൽ ഇസ്ലാമിൽ ഏറ്റവും വലിയ കബീറത്ത് സിനയാണ്. ഖത്ലാണ് കബീറത്തിൻ്റെ കൂട്ടത്തിൽ. മുർത്തദ്ദാകാന്ന് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ കബീറത്ത് കൊല്ലലാണ്. ഒരു മനുഷ്യനെ കൊല്ലുക എന്നുള്ള കടുപ്പമേറിയ സംഗതിയാണ്, കൊല്ലാൻ പാടില്ല. അതൊരു മുഅ്മിനായ മനുഷ്യനെയാണ് കൊല്ലുന്നതെങ്കിൽ ഫജസാഉഹു ജഹന്നം, കരുതിക്കൂട്ടി ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, ജഹന്നമാണതിൻ്റെ ജസാ. വേറൊന്നും അതിന് പകരം അള്ളാഹു പറഞ്ഞില്ല. അള്ളാഹു അവനെ ലാനത്തും ചെയ്തിട്ടുണ്ട്, കടുത്ത ശിക്ഷയുണ്ട് എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്ഷൻ സിനയാണ്. സിനക്കെത്ര ഗൗരവമുണ്ട് നിങ്ങൾ നോക്ക്. ഹദ്ദുകളെ കൂട്ടത്തിൽ 2ാം സ്ഥാനമല്ലേ സിനക്ക്? ചെറുതാണോ സിന? വളരെ ഗൗരവമേറിയതാണ്. അത് വരുന്നതും വളരെ ശ്രദ്ധിക്കണം. എന്നിട്ട് ശിക്ഷ നടപ്പിലാക്കുന്നിടത്ത് ഖുർആൻ പറയുന്നു, വലാ തഅഖുദുകും ബിഹിമാ റഅഫാ. 100 അടി അടിക്കണം എന്ന് പറഞ്ഞിട്ടേ, വലാ തഅഖുദുകും ബിഹിമാ റഅഫാ. ആ വേശ്യാവൃത്തി ചെയ്ത ആണിനോടും പെണ്ണിനോടും ഒരു ചെറിയ ദയ പോലും നിങ്ങളെ പിടികൂടരുത്. ഓല അങ്ങനൊക്കെ ചെയ്താൽ മിണ്ടരുത്, ഓല ഇങ്ങനൊക്കെ ചെയ്താൽ പറയാൻ പാടില്ല. അത് ശിക്ഷ കൊടുക്കേണ്ടടുത്ത് കൊടുത്തേ പറ്റൂ, ആരാണെങ്കിലും ശരി. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പോയിട്ട് മോഷണക്കുറ്റത്തിൻ്റെ വിധി നടപ്പിലാക്കുമ്പോൾ തങ്ങൾ പറഞ്ഞു, ഈ മോഷണക്കുറ്റം ഏൽക്കുന്നത് ഇന്ന് ലോകത്തുള്ള കുടുംബത്തിൽ ഏറ്റവും വലിയ കുടുംബം എൻ്റെ കുടുംബമാണ്. ഏറ്റവും ശ്രേഷ്ഠതയുള്ള മക്കൾ എൻ്റെ മക്കളാണ്. ആ മക്കളെ കൂട്ടത്തിൽ നാളെ ആഖിറത്തിൽ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ സ്ത്രീകളുടെ നേതാവായി അല്ലാഹു തആല സ്ഥാനം നൽകിയ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ് ഇങ്ങനത്തെ ഒരു വിഷയത്തിന് വിധേയായി എങ്കിലും ലഖതഅതു യദഹാ, കൈ ഞാൻ മുറിക്കും. കാരണം എന്താ? ഇസ്ലാമിൻ്റെ ഹുക്കും അങ്ങനെയാണ്. ഹുക്കും നടപ്പിലാക്കുന്നിടത്ത് അവിടെ പിന്നെ ആളെ നോട്ടമോ കുടുംബത്തിൻ്റെ നോട്ടമോ തറവാടിൻ്റെ നോട്ടമോ ഏതെങ്കിലും നന്മയുടെ വേക്കൻസി ഉണ്ടോ ഒന്നും നോട്ടല്ല. അതുകൊണ്ടാണ് റഅഫത്തുൻ,
ഒരു ദയയും അവരോട് ശിക്ഷ നടത്തുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കരുത്. വലാ തഅഖുദുകും ബിഹിമാ റഅഫ ഫീ ദീനില്ലാ. ഇത് അള്ളാഹുവിൻ്റെ നിയമം നടപ്പിലാക്കാണ്. വല്ല ദയയും തോന്നിയാൽ നിങ്ങൾ മാറിപ്പോകും. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഈ ശിക്ഷ ശിക്ഷിക്കുമ്പോൾ അള്ളാഹുവിലും ആഖിറത്തിലും നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ, ഈമാനോടുകൂടെയാണ് നിങ്ങൾ ശിക്ഷ നടപ്പിലാക്കുന്നതെങ്കിൽ, പാവമാണ് കേട്ടോ തോന്നരുത്. ബാപ്പ മരിച്ചുപോയില്ലേ തോന്നരുത്. മക്കൾ യത്തീമാകൂലേ തോന്നരുത്. ശിക്ഷ ശിക്ഷിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഇസ്ലാമിൻ്റെ ശിക്ഷാമുറകൾക്കുള്ള വളരെയധികം ഉള്ളൊരു താല്പര്യത ഇന്ന് ഇസ്ലാമിൻ്റെ രാഷ്ട്രങ്ങളിൽ മുഴുവനും പല രാഷ്ട്രങ്ങളിലും ഈ ശിക്ഷ എടുത്തു മാറ്റപ്പെടാൻ കാരണം അതിൻ്റെ പിന്നിൽ നിന്ന് വരാൻ തുടങ്ങി. ഇത് ഇസ്ലാമിക രാഷ്ട്രമല്ല, അല്ലാത്ത രാഷ്ട്രങ്ങളിലും ഈ ശിക്ഷ നടപ്പിലാക്കുന്നതെങ്കിൽ വളരെയധികം ഈ ഒരു വിഷയത്തിൽ നിന്ന്, നീചവേലയിൽ നിന്ന് ആളുകളെ കുറക്കാൻ പറ്റിയിരുന്നു. നിങ്ങൾ നോക്ക്, ക്യാൻസർ എത്ര വലിയ രൂപത്തിലാണ് പിടിപെടുന്നത്. അതിനേക്കാളും ശക്തമായ രൂപത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രോഗമാണ് എയ്ഡ്സ്, HIV. അതിൻ്റെ മുഖ്യ കാരണം സിനയാണ്. പ്രധാനപ്പെട്ട കാരണം സിനയാണ്, വേശ്യാവൃത്തിയാണ്. എത്രയാണ് പെരുകുന്നത്. അപ്പോൾ ഇത്രയും കൂടുതൽ ഈ ഒരു മാരക രോഗം പിടിപെടാതിരിക്കാനും ജനങ്ങൾക്ക് അവരുടെ സ്വകാര്യത സംരക്ഷിക്കാനുമുള്ള വലിയ നിയമമായിട്ട് അല്ലാഹു തആല നടപ്പിലാക്കുന്ന ഈ ശിക്ഷാവിധി, ഇത് നടപ്പിലാക്കുന്നിടത്ത് സ്വകാര്യത സ്വീകരിച്ചാൽ പോരാ. വല്യഷ്ഹദ് അദാബഹുമാ ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ. ആ രണ്ടുപേരെയും ശിക്ഷിക്കുന്നതിന് സംബന്ധിക്കണം വിശ്വാസികളിൽ നിന്ന് നല്ലൊരു സംഘം ആളുകൾ. അവർ ഒരുമിച്ച് കൂടിയിട്ടാകണം ഇത് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്ക്, ഇവിടെ ഒരു കാര്യം റാസി ഇമാം റളിയല്ലാഹു അൻഹു ഉണർത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നടപ്പിലാക്കുന്നിടത്ത് കാരുണ്യമോ സ്നേഹമോ അത് തടയാൻ മാർഗമാക്കരുത്. ലാ തുഅത്തിലു ഹുദൂദല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹദ് നിങ്ങൾ മുടക്കരുത്. വലാ തത്രുക്കു ഇഖാമതഹ, അത് നടപ്പിലാക്കുന്നത് ഒഴിവാക്കരുത്. ലിശ്ശഫഖതി വറഹ്മാ, സ്നേഹത്തിന് വേണ്ടി, വാത്സല്യത്തിന് വേണ്ടി. 10 വയസ്സായിട്ടേ 10 വയസ്സ് കഴിഞ്ഞിട്ടും നിസ്കാരത്തിൽ മടിയുണ്ടെങ്കിൽ നല്ല ലർബ് കൊടുക്കണം. കുട്ടികളെ കാലിൻ്റെ ഞെരിയാണി നോക്കിയിട്ട് നല്ല അടി കൊടുക്കണം. പരിക്കേൽപ്പിക്കാനല്ല, പിന്നെ അവർക്ക് ഒരു മാർഗം കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് സാരല്ല, എൻ്റെ കുട്ടി ഒരു 25 ആകുമ്പോഴത്തേനൊക്കെ നിസ്കരിച്ച് റെഡി ആയിക്കോളും, ഞാനും അങ്ങനെ തന്നെ അല്ലേ. എന്നാണെങ്കിൽ 45 ആകുമ്പോഴും റെഡി ആവില്ല, 25 അല്ല 45 ആകുമ്പോഴും റെഡി ആവില്ല. നമ്മളെ സ്നേഹം, നിങ്ങളിപ്പോൾ അതിനെ സുബൈക്കന്നെ വിളിച്ചണോ മാരവകങ്ങൾ? ഇപ്പോൾ സുബൈക്കന്നെ ഞാൻ എപ്പോഴാണ് വിളിച്ചത്? 5ാം ക്ലാസ്സിലെത്തിയിട്ടും അതിനെ സുബൈക്ക് വിളിക്കാനാവുന്ന തെമ്മീസ് ആകുന്ന സമയത്ത് തന്നെ നിസ്കാരം പരിശീലിച്ചു കൊടുക്കണ്ടേ? തെമ്മീസ് എന്ന് പറഞ്ഞാൽ 2ാം ക്ലാസ്സിലാണ്, 7 വയസ്സല്ലേ. അപ്പം തന്നെ വിളിച്ചു തുടങ്ങണം സുബൈക്ക്. അപ്പം പിന്നെ വാപ്പാൻ്റെ വക അമ്മാൻ്റെ വക ഒരു റഫത്ത് ഒരു റഹ്മത്ത്. കണ്ടാൽ കരുതുമ്പോൾക്ക് ബലെ പോലെ ആരും കുട്ടികളെ സ്നേഹിക്കുന്നുണ്ടാവില്ല. വിഷയം കറക്റ്റാകുന്നതിൽ ചെയ്യേണ്ട രൂപത്തിലുള്ള കാർക്കശ്യം വേണം. എത്ര സ്നേഹമുണ്ട് പേരക്കുട്ടിനോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക്, എത്ര സ്നേഹമുണ്ട്. സക്കാത്തിൻ്റെ ഒരു ചുള കാരക്ക, അതാ കുട്ടി അറിയാതെ എടുത്തതാ. ഒരു ചുള കാരക്ക അറിയാതെ എടുത്തതാ, ശിക്ഷ രേഖപ്പെടുത്തപ്പെടില്ല, കുട്ടിയല്ലേ. സക്കാത്തിൻ്റെ ഒരു ചുള കാരക്ക കഴിക്കുമ്പോഴേക്ക് തങ്ങൾ ഓടി വന്നിട്ട് കവിള് പിടിച്ചിട്ട് തുപ്പിച്ച്, മോനെ ഫുള്ള് തുപ്പ് എന്നാണ്, ഫുള്ള് തുപ്പിച്ചില്ലേ. അത് എൻ്റെ പൊന്നുമോനല്ലേ, സാരല്ലാന്ന് വെച്ചോ. അത് എപ്പോഴും പഠിക്കേണ്ടതാണ്. ഈ വിഷയത്തിൽ നിന്ന് റാസി മാമതങ്ങൾ പറയാണ്, ഈ വിഷയം കൊണ്ട് മഹാനവറുകൾ ഉണർത്തിയിട്ടുണ്ട്. അന്നദ്ദീന ഇദാ ഔജബ അംറൻ, ദീന് ഒരു കാര്യം നിർബന്ധമാക്കിയാൽ, കേട്ടോളൂ, ലം യസ്വിഹ ഇസ്തിമാലു റഫത്തി ഫീ ഖിലാഫിഹി, അതിൻ്റെ വിപരീതത്തിൽ ഒരു സ്നേഹ നടപടി ശരിയാകൂല. ആരാ വരുന്ന്? മോളാണ്. മോളിപ്പെടുന്ന വരുന്ന്, ഓള് പുതിയാപ്പിളും കൂടി വരികയാണ്. ഓളിപ്പോൾ നിങ്ങളെ മോളാ? നിങ്ങളെ മോളല്ലല്ലേ? എൻ്റെ മോൾ തന്നെയാണ്. നിങ്ങൾക്ക് സംശയം? നിങ്ങളെ മോളാവുമ്പോൾ അങ്ങനെയല്ലല്ലോ തട്ടിടണ്ടേ. അത് പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എന്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഉണ്ടൊരു സ്നേഹം? കല്യാണം കഴിഞ്ഞതിന് ശേഷം മാറൊക്കെ തുറന്നിടാന്നോ? കാതൊക്കെ കാണിക്കാന്നോ? എത്ര ആഭരണം ഉണ്ട്, എത്ര കുടുക്കി കെട്ടിണ്ടെന്നൊക്കെ കാണിക്കാന്നോ?
ദീനൊരു കാര്യം വുജൂബാക്കിയാൽ അവിടെ സ്നേഹത്തിൻ്റെ നടപടി ശരിയാകൂല. ആയത്തിന്ന് തെളിവെടുത്തിട്ടാണ് റാസി റളിയല്ലാഹു അൻഹു പറയുന്നത്, വനബ്ബഹ ബിഖൗലിഹി ഫീ ദീനില്ലാ, അള്ളാഹുവിൻ്റെ ദീനിൽ നിങ്ങൾക്ക് അവരോട് ഒരു ദയയും ഒരു സ്നേഹവും പിടികൂടരുത്. അങ്ങനെ ഒരു കുട്ടി അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു സാധനം കട്ടെടുത്ത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അത് സാരമില്ല എന്ന ഭാവത്തോടെ ഒരു വാക്കോ ഒരു പ്രവർത്തനമോ ഒരു സമീപനം ഉണ്ടായാൽ പ്രതീക്ഷിക്കാം കുറച്ചു കാലം കഴിഞ്ഞാൽ പത്രത്തിൽ പേര് വരും. അത് അവിടെ വളരെ കർശനമായിട്ട് തന്നെ ആ കുട്ടിനോട് പറഞ്ഞുണർത്തി അപ്പുറത്ത് കൊണ്ടുപോയി കൊടുപ്പിച്ച് പൊരുത്തപ്പിടിച്ച് ഇനി മേലാൽ അങ്ങനെ ഉണ്ടാകാത്ത രൂപത്തിലേക്ക് കൊണ്ടുവരണം. അവിടെ അത് സാരല്ല, എൻ്റെ മോനല്ലേ, എൻ്റെ മോളല്ലേ, എന്ത് എൻ്റെ മോൻ എൻ്റെ മോള്, അങ്ങനെ ഉണ്ടൊരു നടപടി. ദീനിൻ്റെ ഒരു ഹുക്കുമിൽ നമ്മളങ്ങനെ ഒരു വേർതിരിവ് കാണിക്കരുത്. അതെപ്പോഴും ഞാൻ എൻ്റെ പെങ്ങന്മാരോട് ഞാൻ പറയലുണ്ട്, ഞാൻ പഠിച്ചതനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ടതുപോലെ നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ചെയ്യാത്ത കാലത്തോളം ഞാൻ എൻ്റെ ബാധ്യത എന്നുള്ളവർക്ക് ഞാൻ പറയേണ്ടി വരും. കാരണം നിങ്ങൾ കണ്ടിട്ട് എനിക്കൊരു വിട്ടുവീഴ്ച തോന്നിയൊരു സ്നേഹം തോന്നിയിട്ട് പറയാതിരുന്നാന്ന് പഠിച്ചോ പറയാൻ പാടില്ല. നിങ്ങളോട് ഞാൻ പറയും, കേൾക്കേണ്ടത് നിങ്ങളെ അവസ്ഥയാണ്. നിങ്ങൾ കേൾക്കുന്നില്ലേ, ഞാൻ കുറ്റത്തുനിന്ന് ഒഴിവാണ്, ഞാൻ പറയണല്ലോ. അതെപ്പോഴും അങ്ങനെ തന്നെ. നമ്മളെ മക്കൾ, നമ്മളെ പേരക്കുട്ടികൾ, നമ്മളെ ഭാര്യമാർ എന്നുള്ള ഒരു എക്സ്ക്യൂസ് ഒന്നുമില്ല. ഇതാരാ കൂടങ്ങളെ കൂടാരാ? പെണ്ണുങ്ങളാണ്. നിങ്ങൾ വെള്ളിയാഴ്ച ക്ലാസ്സിനും ഞായറാഴ്ച ക്ലാസ്സിനും ലോകത്തുള്ള മുഴുവൻ ക്ലാസ്സിനും പോണ ആളല്ലേ. എന്നിട്ട് എന്താ ഇപ്പം നിങ്ങളെ പെണ്ണുങ്ങൾ ഇങ്ങനെ കീറച്ചാക്കൂട്ട് പോണ്? അതെ, എന്ത് അതേന്ന് പറയാനാണ് ഞാൻ ഇവിടെ ഉള്ളത്? എന്ത് പറയാനാണ് ഞാൻ ഇവിടെ ഉള്ളത്? നിങ്ങൾ ഇതൊക്കെ പഠിച്ച് ശീലിച്ച് ഇതൊക്കെ ഇഫ്ലാക്കി ഈ ക്ലാസ്സിനൊക്കെ വന്ന ആളല്ലേ. എന്നിട്ട് നിങ്ങളെ ഭാര്യയ്ക്ക് ഇപ്പോഴും ഒരു മാറ് മറക്കാനും കഴുത്ത് മറക്കാനും കാത് മറക്കാനൊന്നും ആയിട്ടില്ലേ? ഇപ്പോഴും തല മറക്കാനൊന്നും ആയിട്ടില്ലേ? ഇത്രയും 45, 55, 65 ഇപ്പോഴും ഈ ശരീരം കാണുന്ന അവിടെയും ഇവിടെയൊക്കെ കാണുന്ന അല്ലെങ്കിൽ ഇത്രയും ടൈറ്റ് ഫിറ്റൊക്കെ ഇട്ടിട്ട് എപ്പോഴും പോണത്? അത് പെണ്ണുങ്ങളാവുമ്പോൾ എന്താ നിങ്ങളെ പെണ്ണുങ്ങളെന്താ പറഞ്ഞൂടെ? സഹോദരിമാരെപ്പോഴും ശ്രദ്ധിക്കണം. അതൊരു ശരിയാണ്. അതും നമ്മളൊരു കുഴപ്പമുണ്ട്. ഞാൻ അതിന് ആണുങ്ങളെ ചീത്തറിയില്ല. കാരണം ഒഴിവുണ്ടെങ്കിലും മീറ്റിങ്ങിന് ഓരാണ് പറഞ്ഞാക്കും. അങ്ങനെയാണ്. അയച്ചാണ് പോയിക്കോ. എന്താ ഞമ്മക്ക് പോയാൽ പോകാൻ പറ്റില്ല, നമ്മൾ പോകേണ്ട ഒരു കാര്യം തന്നെയല്ലേ. കുട്ടികളെ പഠനവുമായി ബന്ധപ്പെട്ട് നമുക്കും പറയാനല്ലേ. കുട്ടികൾ വലുതും അത്ര, അല്ലെങ്കിൽ അതിനൊക്കെ ആയിട്ടുള്ളതാ സഹോദരിമാർ. ഞമ്മക്ക് ഒഴിവുണ്ടെങ്കിലും കാണാം ചില ആൾക്കാർ. എന്താ നിങ്ങൾ ഞാൻ ഓട് പറഞ്ഞാച്ച നമ്മൾ പോകണം. പോകുമ്പോൾ സ്കൂൾ മീറ്റിംഗ് ആകട്ടെ, കല്യാണം ആകട്ടെ, ക്ലാസ്സിന് വരുമ്പോൾ മാത്രമല്ല സഹോദരിമാരെ, നിങ്ങളിങ്ങനെ ഒരു കറുപ്പും ധരിച്ച് നല്ല സ്വാലിഹത്താണ് മുത്തഖിയതാണ് തോന്നിയാൽ പോരാ. നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴും അത് മുക്കങ്ങാടിക്ക് വരികയാണെങ്കിലും അപ്പുറത്ത് കല്യാണത്തിന് പോകുകയാണ്, നിങ്ങളെ പുരയെന്നാണോ നിങ്ങളെ ആ ഒരു വസ്ത്രവും കൈമുട്ട് വരെയുള്ള വസ്ത്രവും ഇനി തട്ടിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പം അതിന് പറയാനല്ല. നിങ്ങൾ പുരയിലല്ലേ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനനുസരിച്ചൊരു മട്ടുണ്ടല്ലോ, ആ രൂപം സ്വീകരിക്കണം. അത് നമ്മളാണ് അതിൻ്റെ ആൾക്കാർ. സ്കൂളുകാർ പറയില്ല, അത് തെറ്റാണ്. ഞാൻ പറയില്ല, സ്കൂളുകാരെ കുറ്റം പറഞ്ഞാൽ സ്കൂളുകാരെ പറയില്ല. നമ്മളെന്ത് ചെയ്യുന്ന നിങ്ങൾ യൂണിഫോം, ഇപ്പോൾ എൻ്റെ പെൺകുട്ടിക്ക് യൂണിഫോമിൽ ഞാൻ ഇത്ര വരെയുള്ള കുപ്പായ കൈ അടിച്ച് അതിനനുസരിച്ചുള്ള യൂണിഫോമിൻ്റെ കളർ തന്നെ മക്കനി കുത്തിപ്പോയ സ്കൂളിൽ നിന്ന് പുറത്താക്കുമോ? ഇത് ഫ്രാൻസ് ഒന്നുമല്ല. ഫാൻറ്റ് ഇട്ട് പോയിക്കോട്ടെ, എന്താ തെറ്റ്? ഫാൻറ്റിന് തെറ്റൊന്നുമില്ല, തുണി മാത്രമേ എടുക്കാവൂന്നൊന്നുമില്ല. തട്ടം ശരിക്കും നമ്മൾ അടുപ്പിച്ചു കൊടുക്കുക. തട്ടം നമ്മളെ കുഴപ്പമാണ്. നമ്മൾ എക്സ്ക്യൂസ് സ്വീകരിച്ചുകൊണ്ട് മാത്രം തന്നെയാണ്. ഓലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെ മതിയോ? അൽഹംദുലില്ലാ, നമ്മളിപ്പുറത്ത് പറയാതെ പറയുന്നുണ്ട്. അതാണ് അതിൻ്റെ കുഴപ്പം. നമ്മളവിടെ സ്റ്റേണായിട്ട് അങ്ങനെ തന്നെയല്ലേ നമ്മളെ പങ്ങന്മാരും കുട്ടികളൊക്കെ പഠിച്ചിട്ട് ഓലൊക്കെ റെഡിക്ക്. എന്താ ഇപ്പം മക്കരൊത്തിരി നമ്മളെ സ്കൂളിൽ എന്താ തരാറില്? ഇങ്ങനത്തെ തട്ടം മതി വരും, അങ്ങനെ മതി. നമ്മൾ ആടിക്കുഴഞ്ഞിട്ടുള്ളൊരു സമ്മതം മൂളൽ, അവിടെയാണ് അതിൻ്റെ പ്രശ്നം. ഇങ്ങനെയാണ് വേഷം എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് എന്താ സ്കൂളിലെ വേഷം, ഇങ്ങനെ കളർ യൂണിഫോമാണ്. ശരി, അത് ഇത്ര ഇപ്പത്തിൽ ഇത്ര കുഴപ്പം. അതിനേക്കാളും പരിധി കുറഞ്ഞിട്ടേ പറ്റുള്ളൂ. ആ സ്കൂളിൽ ചേർക്കേണ്ട വേറെ സ്കൂളുണ്ടല്ലോ, ഇതിനായി തന്നെ കൊണ്ട് ചേർക്കണം. തട്ടിടാൻ പറ്റൂല എന്നാണോ ഒരു സ്കൂളിൻ്റെ നിയമം? അവിടെ ചേർക്കണ്ടല്ലോ നമ്മൾ.
അവിടെ ചേർക്കണല്ലോ, വേറെ സ്കൂളുണ്ടല്ലോ. സാഹസം സഹിച്ചാൽ എന്താ, ദുന്യാവിലല്ല ആഖിറത്തിലേക്കുള്ളതല്ലേ. സൗകര്യപ്പെടുത്തി കൊടുക്കും. നമ്മൾ മിണ്ടാഞ്ഞിട്ടാ. അതാ ഞാൻ പറഞ്ഞ പേരൻസ് മീറ്റ് നമ്മൾ പോകണം. ഒരു പ്രെയർ ഹാളില്ലെങ്കിലും അതിന് സൗകര്യപ്പെടുത്തും. വേറെ എന്തിന്, മൂത്രപ്പേർക്ക് 25 ലക്ഷം നമ്മൾ പാസ്സാക്കുന്നില്ലേ? ഒരു പ്രെയർ ഹാളാണ്. നിസ്കാരം പിന്നെ മസ്ജിദ് അല്ലത്, ഒരു പ്രെയർ ഹാളാണ്. അവിടെ ഏത് കുട്ടികൾക്കും വന്ന് ഓരോ പ്രാർത്ഥന നടത്താം. അപ്പം നമ്മളെ കുട്ടികളും പോകുന്നുണ്ട്. 6ാം ക്ലാസ്സിൽ മുതൽ പോകുന്ന ഈ കുട്ടിക്ക് ലുഹുർ അസുർ നിസ്കരിക്കണം. പടച്ചോൻ്റെ അടുത്ത് കയ്യെട്ടി മറുപടി ഇടേണ്ടി വരും. നിങ്ങൾ ഉണ്ടാക്കിയ സ്വത്ത്, ഞാൻ ഇത്രയും കാലം സ്വത്ത് ചെലവെടുത്തണമെന്നും അവിടെ കണക്കുണ്ടാവില്ല. 6 മുതൽ 12 വരെ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ ലുഹുർ അസുറും കഥായിട്ട് നിസ്കരിക്കുന്നതെങ്കിൽ പടച്ചോനടുത്ത് കൈയിട്ടിന്ന് മറുപടി വരും. ക്ലാസ് കൊണ്ടൊന്നും രക്ഷപ്പെടില്ല. അവിടെ കാര്യം നേർക്ക് പറഞ്ഞുതരാം. നിയമമാണ്. നിയമം പോലെ നടത്തണം. അത് സാഹസം സഹിക്കണം. ദുന്യാവാണിത്, സഹിക്കേണ്ടി വരും കുറച്ച്. ഇപ്പുറത്തല്ലെങ്കിൽ പറ്റുന്ന സ്കൂൾ അപ്പുറത്തുണ്ടാവും. 5 ഉറുപ്പ്യ ഏറെ ചിലവാക്കണേ. ദുന്യാവാണ്, ദീനിന് വേണ്ടിയാണ് ചിലവാക്കണത്. ദുന്യാവാണിത്. അത് അവിടെ പോയിക്കോട്ടെ ഇവിടെ പോയിക്കോട്ടെ, ഇപ്പം അങ്ങനെയൊക്കെ നടക്കുള്ളൂ പറഞ്ഞാലേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഏതാൾ വേഷവിധാനം പറഞ്ഞാലും ഇങ്ങനെ പറ്റുമെന്ന് വെച്ചാൽ പറ്റൂല എന്ന് പറഞ്ഞാൽ ഉടനെ മാറ്റണം. അപ്പുറത്തുണ്ടല്ലോ സ്കൂള്. എത്രായിരം സ്കൂളുണ്ട് ഇവിടെ, എത്രായിരം ബസ് പോകുന്നുണ്ട്. എന്തിനാ മേപ്പോട്ടോക്കി തീർക്കണത്? തട്ടിടാൻ പറ്റൂല എന്നാണോ മാനേജ്മെൻറ്റ് നിയമം? പറ്റുന്ന സ്കൂളില്ലേ അങ്ങോട്ട് കൊണ്ടുപോകണം. എന്തിനാണ് മുസ്ലിങ്ങൾ അതിൻ്റെ പിന്നാലെ ഓച്ചാനിച്ച് കൂടുന്ന ആവശ്യം എന്തിനാ? ഇത് ഫ്രാൻസ് അല്ല, ഇന്ത്യ രാജ്യമാണ്. ഫ്രാൻസിലാണ് ശിരോവസ്ത്രം നിരോധിച്ചത്. മുസ്ലിം പെൺകുട്ടികൾ ക്യാമ്പ് ചെയ്ത് ഒരു ഹാളിൻ്റെ ഉള്ളിൽ അധ്യാപകന്മാരെ കൊണ്ടുവന്ന് സ്വകാര്യമായി പഠനം നടത്തുകയാണ്. സ്കൂളിൻ്റെ പടി, പൊതുസ്ഥാപനങ്ങളെ പൊതുവിഷയങ്ങളെ പടിയിലേക്ക് കയറാൻ പറ്റൂല, തട്ടിട്ട് കയറാൻ പറ്റില്ല. അവിടുത്തെ നിയമമാണത്. ഇത് ഇന്ത്യയാണ്. ഇതിലങ്ങനത്തെ നിയമമൊന്നുമില്ല. നമ്മൾ അങ്ങനത്തിന് സ്വാഗതം ചെയ്യും. ഒരു പക്ഷേ ഞാൻ പേടിക്കുന്നത് ഫ്രാൻസ് പോലെ വന്നാൽ ഇവിടെയുള്ള ഉപ്പമാരും ഉമ്മമാരും കൂടിയിട്ട് അതിന് പിന്തുണ നൽകിയിട്ട് ഒരു ഐക്യദാർഢ്യ റാലി നടത്തുമെന്നുള്ള പേടി എനിക്കുള്ളത്. അത്ര എനിക്കുള്ള പേടി. എന്താ നടത്തിക്കൂടാന്നുണ്ടോ? സന്തോഷം എന്ന് പറയുന്നത് എന്ത് വരേണ്ടിയാണ്? ഓർക്ക് വേണമെങ്കിൽ ചായം കൊടുക്കാന്ന് പറയും ആൾക്കാർ. അത് ശരിയല്ല. നമ്മൾ ഇസ്ലാമിൻ്റെ നിയമം, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മകളാന്ന് കരുതിയിട്ട് അള്ളാഹുത്തല എന്നെ പരിഗണിച്ച് ആ മകളെ പരിഗണിക്കാത്തതുകൊണ്ട് എന്നെ കൊണ്ട് കൊണ്ടുപോകുന്നില്ല. 3ാമത്തെ ഹക്കായിട്ട് പരലോകത്തുനിന്ന് ചോദിക്കുന്ന ചോദ്യം മനസ്സിലാക്കണം. അതില്ലാത്തവർ രക്ഷപ്പെട്ടു പോകും. എനിക്ക് അള്ളാഹുത്തല എന്നോടും നിങ്ങളോടും 1ാമത് ചോദിക്കുന്ന വിശ്വാസ തൗഹീദ്, അടിയുറച്ച് നമ്മൾ വിശ്വസിച്ച് രക്ഷപ്പെട്ടു എന്ന് കുട്ടിയോട്. 2ാമത് നിസ്കാരം. 3ാമത്തെ ചോദിക്കുന്നത് നമ്മുടെ പിന്നിലുള്ള മക്കളെക്കുറിച്ച്, ഭാര്യമാരെക്കുറിച്ച്, ബാപ്പുമ്മമാരെക്കുറിച്ചാ. വീട്ടേണ്ട ഹക്ക് വീട്ടേണ്ടതുപോലെ വീട്ടിയിട്ടില്ലെങ്കിൽ പടികടക്കാൻ കഴിയൂല, മുന്നോട്ട് പോകാൻ കഴിയില്ല. വേണ്ട രൂപത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കയ്യും കെട്ടി നിൽക്കേണ്ടി വരും. ഞാൻ ഇത്രയും തോന്നെ ക്ലാസ് പങ്കെടുത്തുകൊണ്ട് ഇത്രയും തോന്നെ ഹജ്ജും ചെയ്തതുകൊണ്ട് രക്ഷപ്പെടൂല. നോക്കി നിന്ന് ഘട്ടം ഘട്ടമായിട്ട് മറുപടി പറയണം. എന്തിന് നിന്റെ മകളെ, എന്തിന് വിദേഹത്ത് മാത്രം പ്രചരിപ്പിക്കുന്ന, തലയിൽ തട്ടിയിടുന്നതിന് എന്തിനും പരിഹസിക്കുന്ന, ഒരു ഫുൾ കൈ ധരിച്ച് വരുന്നതിന് എന്നും കളിയാക്കുന്ന, കൊഞ്ഞനം കുത്തുന്ന സ്കൂളിൽ എന്തിന് ചേർത്തു എന്ന് പറയുമ്പോൾ അവിടെയാണ് ഡിഗ്രി, അവിടെയാണ് ശതമാനം എന്ന് മറുപടി പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂല. അള്ളാഹുവിൻ്റെ ദീൻ്റെ ഹുക്കുമാണ്. ഹുക്കും പോലെ കൈകാര്യം ചെയ്യണം. ഇതിൽ മാറ്റം ഉണ്ടാകൂല. ദീനാ വേണ്ടി ദുന്യാവാ വേണ്ടി രണ്ടാലൊന്ന് പറയണം. ദീനാണോ വേണ്ടത്, ദുന്യാവും കൂടെ വേണോ? കുറച്ച് സാഹസം സഹിക്കേണ്ടി വരും. ദുന്യാവിലുള്ള ദീന് സഹിക്കുമ്പോൾ അങ്ങനെയാണ്. ദുന്യാവിനനുസരിച്ച് ദീനെ വളച്ചു കെട്ടരുത്. ദീനനുസരിച്ച് ദുന്യാവിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഏതെങ്കിലും ഒരു സ്കൂൾ അങ്ങനെ ഉണ്ട്. നിലമ്പൂരിൽ അങ്ങനെ ഒരു മാനേജ്മെൻറ്റ് പുറത്തിറക്കി. അവർ പത്രത്തിൽ അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്, മാനേജ്മെൻറ്റ് നിയമമാണ്. ഗേറ്റിൻ്റെ അടുത്ത് വെക്കുമ്പോൾ മുസ്ലിം കുട്ടികൾ ബാഗിൻ്റെ ഉള്ളിലേക്ക് തട്ടം കുത്തിത്തിരുകിയിട്ട് ഉള്ളിലേക്ക് കയറുകയാണ്. ഇതൊരു ഒപ്പ് വെച്ചിട്ടാണ് അവിടെ കൊണ്ടുപോയി ചേർക്കുന്നത്. ആരാണതിൻ്റെ ഉത്തരവാദികൾ? രക്ഷിതാക്കളല്ലാതെ ആരെ പറയാൻ? 1, 2, 3 പ്രാവശ്യം മുസ്ലിം രക്ഷിതാക്കളല്ലാതെ ആരെ പറയാനാ? ഈ കുട്ടികൾക്ക് പഠിക്കണം എന്നുള്ളൊരു ചിന്തക്കല്ലേ അവർ പോകുന്നത്. ഇനി അതേപോലത്തെ ഒരു സ്കൂളിൽ
കൃത്യമായിട്ട് മാറിൻ്റെ ഭാഗം മാത്രം അളക്കുന്ന ഒരു യൂണിഫോമാണ് കൊണ്ടുവന്നതെങ്കിൽ അതിന് മോശാന പാടാനാ മുസ്ലിങ്ങൾ പോകുന്നതെങ്കിൽ ഇസ്ലാമിൻ്റെ നിയമം അവർ സൂക്ഷിക്കുന്നിടത്ത് അവർക്ക് വീഴ്ച പറ്റി എന്നല്ലാതെ എന്തു പറയാനാ? നിങ്ങൾ നോക്കി, ശിരോവസ്ത്രത്തെപ്പറ്റിയും പർദ്ദയെപ്പറ്റിയും ഒരു ഡോക്ടറേറ്റ് നേടിയ ഒരു ചങ്ങാതി കുമ്പസരിച്ചപ്പോഴേക്ക് എത്ര ആളാണ് അതിൻ്റെ പിന്നിൽ താങ്ങാൻ? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? വിഷയം പറയേണ്ടത് പണ്ഡിതന്മാരല്ലേ, ആലിമീങ്ങളല്ലേ ഹുക്കുമ് പറയേണ്ടത്? അയാൾക്ക് എന്തിൻ്റെ അതിൽ അർഹത? ഡോക്ടർ പണിയെടുത്താൽ പോരെ, മാനേജർ പണിയെടുത്താൽ പോരെ? അയാളെങ്ങനെ പർദ്ദ ധരിക്കാൻ പാടില്ല, തട്ടം ധരിക്കാൻ പാടില്ല എന്ന് അയാളെങ്ങനെ പറയൽ? ഏതിൽക്കാണ് അയാൾക്കത് അംഗീകാരം? ഇസ്ലാം അത് അംഗീകരിക്കൂല, പിടിച്ചു തള്ളും. ഇസ്ലാമിൻ്റെ നിയമം പറയേണ്ടത് മുസ്ലിം പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിസ്കാരത്തിൻ്റെ വിഷയം, ഔറത്തിൻ്റെ വിഷയം കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം. ആ പഠനം കൊണ്ട് നമുക്ക് ദീനീപരമായിട്ടൊരു ഭംഗവും വരരുത്, അതിനനുസരിച്ച് പഠിപ്പിക്കണം. അതുകൊണ്ടാണ് എൻ്റെ വാപ്പ ആ വിഷയത്തിൽ അള്ളാഹിൻ്റെ അടുത്ത് ഒരു ജവാബും പറഞ്ഞ് കുഴങ്ങേണ്ടി വരില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ 5ാം ക്ലാസ് വരെ അന്ന് സ്കൂളും മദ്രസ ഉണ്ടായിരുന്നുള്ളൂ. സ്കൂൾക്ക് കുറച്ച് ദൂരം പോകണം, പോയി വന്നാൽ ഉറപ്പാ ളുഹറും പോകും, പിന്നെ അസുറും പോകും, മഗ്‌രിബും പോകും. അവിടെ സൗകര്യമില്ല. എൻ്റെ 4 പെങ്ങന്മാരും പഠിച്ചത് മരഞ്ചാട്ടിയിലാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 35 കുട്ടികളുണ്ടായിരുന്നു ഇവിടെ പഠിക്കാൻ. എൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൂരത്തേക്ക് പോയ നിസ്കാരം മാത്രമല്ല പോകുക, സംസ്കാരം പോകുന്നുണ്ട്. ഇത് കണ്ടറിഞ്ഞിട്ട് അപ്പുറത്തേക്ക് ആൾക്കാർ വിടൂലായിരുന്നു. എന്താണ് ഹാല്? കാരണം ദീനടക്കം പരിത്യജിച്ചുകൊണ്ടാണ് പിന്നെ അവർ കുറച്ച് കാലം കഴിഞ്ഞിട്ട് അവരുടെ അവസ്ഥ പിന്നെ കാണുന്നത്. അതിനിന്ന് പരിഹാരം എന്ന അർത്ഥത്തിൽ നമ്മുടെ പാടന്തറ മർക്കസിൻ്റെ സമീപത്തും അതുപോലെ തന്നെ വനിതാ ഹോസ്റ്റലോടുകൂടെ തന്നെ വിദ്യാഭ്യാസ സമുച്ചയം വന്നു. അൽഹംദുലില്ലാ, എല്ലാ സ്ഥാപനങ്ങളെയും ഈ രൂപത്തിലുള്ള സംരംഭങ്ങളെയും അല്ലാഹു വളർത്തി തരുമാറാകട്ടെ. എന്തിനാണെന്നറിയോ നിങ്ങൾ? ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കലോടെ ഭൗതിക പഠനവും മറ്റൊക്കെ സാധ്യമായി കിട്ടാൻ വേണ്ടിയുള്ള കഠിനാധ്വാനാണിത്. ഇവിടെ വന്ന് പഠിക്കുന്ന സമയത്ത് ഒരു നിസ്കാരം അവർക്ക് ഖളാ ഇല്ല. ളുഹറും അസുറും ഖളാക്കി, മഗ്‌രിബും ഖളാക്കി, ഇശാഇന് വീട്ടിലണയുമ്പോൾ എന്നും കുട്ടി നിസ്കരിക്കുന്നത് തറാവിയ. ഉത്തരവാദി ഒന്നാമത്തതാരാ? ഉപ്പമാരെ നമ്മളാണ് ഒന്നാമത്തെ ഉത്തരവാദി, ഉമ്മമാരെ നമ്മളാണ്. പറഞ്ഞു പൂർത്തീകരിക്കാതെ അള്ളാഹു വിടുമെന്ന് കരുതരുത്, സോൾവ് ചെയ്യുമെന്ന് കരുതരുത്. നിർബന്ധ വിഷയമാണിത്. ഇതുകൊണ്ടാണ് വലാത്ത് ഖുദുക്കും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഹുക്മ നടപ്പിലാക്കുന്നതിൽ ഒരു ദയവും ഒരു സ്നേഹവും നിങ്ങൾക്ക് പിടിപെടരുത് എന്നുള്ളിടത്ത് ദീനൊരു കാര്യം നിർബന്ധാക്കിയാൽ അതിൽ എക്സ്ക്യൂസ് പാടില്ല എന്ന് റാസി ഇമാം റളിയല്ലാഹു അൻഹു പറയാൻ കാരണം. അതുകൊണ്ട് അത് കറക്റ്റായി ശ്രദ്ധിക്കണം. അതുകൊണ്ടല്ലേ ഹദീത്തിൽ പറഞ്ഞത് വിശ്വാസമുള്ളവർ അങ്ങനെ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, യുതാ ബിവാലിൻ, നാളൊരു ഭരണാധികാരിയെ കൊണ്ടുവരപ്പെടും, നഖസ മിനൽ ഹദ്ദി സൗതൻ, ഹദ്ദിൽ നിന്നൊരു ചാട്ടവാറിൻ്റെ അടിയാൾ കുറച്ചിട്ടുണ്ട്. 100 അടിക്കേണ്ടടുത്ത് 99 അടിച്ചു, അല്ലെങ്കിൽ 40 അടിക്കേണ്ടടുത്ത് 35 അടിച്ചു, 80 അടിക്കേണ്ടടുത്ത് 75 അടിച്ചു. ഉദാഹരണം കൊണ്ടുവരുമ്പോൾ ചോദിക്കും, ലിമ ഫഅൽത ദാലിക, എന്തേ നീ എങ്ങനെ ചെയ്തത്? അയാളെ മറുപടി റഹ്മത്തൽ ഇബാദിക്, അള്ളാഹുവിനോടാ മറുപടി പറയുന്നത്, റബ്ബേ നിന്റെ അടിമകളോടുള്ള കാരുണ്യം കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ അല്ലാഹു തആലാന്റെ ചോദ്യം, അന്ത അർഹമു ബിഹിം മിന്നീ, എന്നെക്കാളും നീ റഹ്മത്തുള്ള ആളാണോ? ഞാനല്ലേ ഈ ശിക്ഷ നടപ്പിലാക്കിയത്, ഉത്തരവിട്ടത്, എന്നെക്കാളും അവരോട് നീ റഹ്മത്തുള്ള ആളാണോ? ഫയുഉമറു ബിഹി ഇലന്നാർ, ഒരു ചാട്ടവാറിൻ്റെ അടി എക്സ്ക്യൂസ് കൊണ്ട്, അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ മേൽവിലാസം കൊണ്ട് ചുരുക്കിയ കാരണം, ഇളവ് ചെയ്ത കാരണം, ഫയുഉമറു ബിഹി ഇലന്നാർ, നരകത്തിലേക്ക് കൊണ്ടുപോയി വലിച്ചെറിയാൻ ഉത്തരവ് വരുന്നു. വയുതാ ബിമൻ സാദ സൗതൻ, ഒരു ചാട്ടവാർ ഏറെ അടിച്ചു, അയാളെ കൊണ്ടുവരപ്പെടുന്നു. 100 അടിക്കേണ്ടടുത്ത് 101 അടിച്ചു, 40 അടിക്കേണ്ടടുത്ത് 41 അടിച്ചു, 80 അടിക്കേണ്ടടുത്ത് 81 അടിച്ചു. ചോദിക്കുന്നു, അല്ലാഹു ലിമ ഫഅൽത ദാലിക്, എന്തേ ഇങ്ങനെ ചെയ്തത്? പരിധിയിൽ നിന്നേ ശിക്ഷിക്കാവൂ, ഏറെ ശിക്ഷിക്കാൻ പാടില്ല, ഏറെ പീഡിപ്പിക്കാൻ പാടില്ല, നിയമങ്ങൾ കയ്യിലെടുക്കാൻ പാടില്ല, വ്യക്തികൾ ശിക്ഷിക്കാൻ പാടില്ല, കൊണ്ടുപോയി നിയമത്തിന് വേണ്ടി കാവലാളിരിക്കുന്ന പോലീസുകാരും മർദ്ദിക്കാൻ പാടില്ല, ലോക്കപ്പ് മർദ്ദനവും പറ്റൂല. എന്തേ ഇങ്ങനെ ഏറെ ശിക്ഷിച്ചത്? ലിയൻതഹു അൻ മആസീക്, ഏറെ കൊടുത്തെങ്കിലേ ഈ തെറ്റുന്നോല് പിന്മാറുള്ളൂ.
അതിനാണ് ഏറെ കൊടുത്തത്. അപ്പോൾ അള്ളാഹിൻ്റെ ചോദ്യം, അന്ത അഹ്കമു ബിഹി മിന്നി, എന്നെക്കാളും ഹുക്കുമു ചെയ്യുന്ന ആളാണോ നീ? ഞാൻ ഇത്രയെന്ന് പഠിപ്പിച്ചിട്ട് നീ ഏറെ കൊടുക്കാൻ നീ അഹ്കമുൽ ഹക്കീമീനാണോ? ഫയുഅ്മറു ബിഹി ഇലന്നാർ, അവനെയും നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് വിഷയം മറക്കരുത്. സൂറത്തുന്നൂറിൻ്റെ 2-ാമത്തെ ആയത്തിൽ അത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ശിക്ഷ നടപ്പിലാക്കുന്നിടത്ത് ഒരു സ്നേഹവും പിടികൂടരുത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ മഹാന്മാരുണർത്തിയതാണ്, ദീനൊരു കാര്യം നിർബന്ധമാക്കിയാൽ അതിനെതിരെ ഒരു സ്നേഹമോ ഒരു അനുകമ്പയോ പ്രകടിപ്പിച്ചുകൊണ്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് ശരിയല്ല. അത് ഒന്നിൽ മാത്രം ഒതുക്കാനുള്ള പൊതുവായി പറഞ്ഞതാണ്. വസ്ത്രധാരണം മാത്രമല്ല, പഠനം മാത്രമല്ല, ഇബാദത്ത് മാത്രമല്ല, എല്ലാ വിഷയത്തിലും പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ചെറിയ വിഷയമല്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു സിനയുടെ ഗൗരവം തന്നെ, അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക, സിന ചെയ്യുന്നവൻ സാനിയത്തിനല്ലാതെ കല്യാണം കഴിക്കൂല. ഓന് ഫിറ്റതാണെന്ന് അർത്ഥം. വേശ്യാവൃത്തി ചെയ്യുന്നവനെ, ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് വിവാഹത്തിലേക്ക് പുറപ്പെടുന്ന ആളെ ഓനൊരു പക്ഷേ കിട്ടുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത് ശരിക്കും ശ്രദ്ധിക്കണം. ഇതൊക്കെ പല രൂപത്തിലും പഠിക്കുമ്പോഴൊക്കെ കറങ്ങി നടന്നിട്ട് പലതും ചെയ്തിട്ട് വിവാഹം അന്വേഷിക്കുമ്പോൾ അവസാനം എത്തിപ്പെടുന്നതും ഈ രൂപത്തിലായിരിക്കും. അതേ ഫിറ്റാകുള്ളൂ. അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക, സിന ചെയ്യുന്നവൻ ലാ യൻകിഹു വിവാഹം ചെയ്യുകയില്ല, ഇല്ലാ സാനിയതൻ വേശ്യപ്പെണ്ണിനെ അല്ലാതെ, ഔ മുശ്രികതൻ ബഹുദൈവാരാധകയല്ലാതെ. ഒരു തൗഹീദനുസരിച്ച് ജീവിക്കുന്ന പെണ്ണിനെ കെട്ടാൻ ഓന് യോഗ്യതയും അർഹതയും ഇല്ല. എത്രയാണ് ഇതിനെ തരം താഴ്ത്തി പറയുന്നത്. വസ്സാനിയത്തു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക്, സിന ചെയ്യുന്ന പെണ്ണോ അവളെ വിവാഹം ചെയ്യുകയില്ല, ഇല്ലാ സാനിൻ വേശ്യാവൃത്തി ചെയ്യുന്നവനല്ലാതെ, ഔ മുശ്രിക്കുൻ അല്ലെങ്കിൽ ബഹുദൈവാരാധകനല്ലാതെ. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹാജിറുകളായ സ്വഹാബിമാരിൽ നിന്ന് ചിലർ നേരത്തെ ഇത് വിലക്ക് ഏർപ്പെടുത്തുന്നതിൻ്റെ മുമ്പ്, സാനിയത്തുകളെ കല്യാണം കഴിക്കരുത് എന്ന് വിലക്ക് ഏർപ്പെടുത്തുന്നതിൻ്റെ മുമ്പ് കുറച്ചാളുകൾ മദീനയിൽ നല്ല സമ്പന്നരായ സ്ത്രീകളുണ്ടായിരുന്നു. അവർ മുശ്രിക്കുകളുടെ വേശ്യപ്പെണ്ണുങ്ങളായിരുന്നു. അവരെ കല്യാണം കഴിക്കാൻ മുഹാജിറുകൾ സമ്മതം ചോദിച്ചു. മുഹാജിറുകളുടെ കയ്യിൽ കാര്യമായിട്ട് സ്വത്തില്ലല്ലോ. അപ്പോൾ ഈ പെണ്ണുങ്ങളുടെ കയ്യിൽ നല്ല സ്വത്തുണ്ട്, അവരെ കല്യാണം കഴിച്ചോട്ടെ. അവരാണെങ്കിലോ മുശ്രിക്കുകളുടെ സാനിയത്തുകളാണ്, വേശ്യപ്പെണ്ണുങ്ങളാണ് പഴയ കാലത്ത്. സമ്മതം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് പറ്റൂല. അവരൊക്കെ വിവാഹം ചെയ്യാൻ ഫിറ്റായിട്ട് വരിക ഒന്നുകിൽ ആ പണി ചെയ്യുന്നവനാണ്, അല്ലെങ്കിൽ മുശ്രിക്ക് തന്നെയാണ്. നിങ്ങൾ ആ വിഷയത്തിന് പോകണ്ട. ഫനുഫിറു അൻഹു, തങ്ങൾ അവരെ ആ വിഷയത്തിൽ നിന്ന് മടുപ്പിച്ചു. അവരെ കല്യാണം കഴിക്കണ്ട. സ്വത്തും സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നോട്ടെ, അതൊക്കെ വേറെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് തരും, നിങ്ങളതിലേക്കൊന്നും പോകണ്ട. വഹുദ്ദിമ ദാലിക അലൽ മുഅ്മിനീൻ, വേശ്യാവൃത്തി ചെയ്യുന്നവരെ വിവാഹം ചെയ്യൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു അലൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മേൽ. ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്. എന്നാൽ പിന്നെ ജീവിതം താറുമാറാകും. അങ്ങനെയൊക്കെ നേരത്തെ ഒരു ചൊയും ഒരു പുളിയൊക്കെ ഉണ്ടോ, പിന്നെ അത് അതിലേക്ക് തന്നെ പോവാം. വഹുദ്ദിമ ദാലിക അലൽ മുഅ്മിനീൻ, അത്തരത്തിലുള്ളതിനെ വിവാഹം ചെയ്യൽ വിശ്വാസികളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അവർ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല മട്ടത്തിലുള്ളതിലെ തിരഞ്ഞെടുക്കേണ്ടത്. വിവാഹിതരായ സ്ത്രീകളും പുരുഷന്മാരും അവരും നല്ലോണം ശ്രദ്ധിക്കണം. തൗബയില്ലാതെ ഹദ്ദില്ലാതെ മരണപ്പെട്ടാലും വലിയ വിഷയമാണ്. ആയത്ത് വിശദീകരിച്ചു നോക്ക് നിങ്ങൾ. ഇവിടെ ഹദ്ദിൻ്റെ രാജ്യമല്ല ഇത്. ശിക്ഷാ നടപടി കിട്ടിയിട്ടില്ല, തൗബയും നടന്നിട്ടില്ല എങ്കിൽ അങ്ങനെ മരിച്ചുപോയ ഒരാളെ ഉദ്ദിബ ഫിന്നാരി ബിസിയാത്തും മിന്നാർ, നരകത്തിൻ്റെ ചാട്ടുവാറ് കൊണ്ട് നരകത്തിൽ ശിക്ഷിക്കപ്പെടും, തീയിൻ്റെ ചാട്ടുവാറ് കൊണ്ട്. കാരണം ഹദ്ദും നടന്നിട്ടില്ല, തൗബയും നടന്നിട്ടില്ല. അങ്ങനെ മരിച്ചുപോയ ഒരു സാനിയാണെങ്കിൽ, സാനിയത്താണെങ്കിൽ കടുത്ത ശിക്ഷ അവർക്ക് നൽകപ്പെടും. തൗറാത്തിലും സബൂറിലും ഇഞ്ചിയിലും രേഖപ്പെടുത്തിയ സന്ദേശമാണ് അന്നസ്സുനാത യുഅല്ലഖൂന ബിഫുറൂജിഹിം ഫിന്നാർ, സിന ചെയ്യുന്ന സ്ത്രീകൾ അവരുടെ ഗുഹ്യസ്ഥാനം കൊണ്ട് അവരെ കെട്ടിത്തൂക്കപ്പെടും നരകത്തിൽ. എന്നിട്ട് ഇരുമ്പിനാലുള്ള ചാട്ടവാറ് കൊണ്ട് അടിക്കപ്പെടും. അവരിൽ ആരെങ്കിലും സഹായം ചോദിച്ചാലോ നാദത്തുഹു സബാനിയ, സബാനിയത്ത് വിളിച്ചു പറയും, ഐന കാന ഹാദ സൗത്ത്, ഈ ശബ്ദം എവിടുന്നാണ്? വഅന്ത തൽഹഖു വതഫ്റഹു വതംറഹു,
പെണ്ണേ, നീ അന്ന് ചിരിച്ചിരുന്നില്ലേ, സന്തോഷിച്ചിരുന്നില്ലേ, ആഹ്ലാദിച്ചിരുന്നില്ലേ? അല്ലാഹു തആലാന്റെ ശിക്ഷയെപ്പറ്റി നിനക്കൊരു ബോധമുണ്ടായിരുന്നില്ലല്ലോ എന്ന് സബാനിയത്ത് വിളിച്ചു പറയും. അതിനേക്കാളും സങ്കടകരമാണ് വിവാഹിതരായ സ്ത്രീ പുരുഷന്മാരുടെ വേശ്യാവൃത്തി. ഇന്ന മൻസന ബിംറഅത്തിൻ മുതസവ്വജ, വിവാഹം ചെയ്ത പെണ്ണിനെ സിന ചെയ്യുന്നവൻ, ഖാന അലൈഹി വഅലൈഹാ ഫിൽ ഖബരി നിസ്ഫു അദാബി ഹാദിഹിൽ ഉമ്മ, ആ ആണിനും ആ പെണ്ണിനും ഈ ഉമ്മത്തിൻ്റെ പകുതി ആളുകളുടെ ശിക്ഷയായിരിക്കും ഖബറിലുണ്ടാവുക. ചെറിയ ശിക്ഷയല്ല. വിവാഹിതർ വ്യഭിചരിക്കുക കുറച്ചുകൂടി കടുപ്പാണ്. രണ്ടും കടുപ്പം തന്നെയാണ്. വിവാഹിതർ എന്ന് പറഞ്ഞാൽ അവർക്ക് സൗകര്യങ്ങളുണ്ടല്ലോ, പുരുഷനുണ്ടല്ലോ. സ്ത്രീക്കാണെങ്കിൽ പുരുഷനാണെങ്കിൽ സ്ത്രീയുണ്ട്, സ്ത്രീക്കാണെങ്കിൽ പുരുഷനുണ്ട്. വിവാഹം ചെയ്ത ഒരു സ്ത്രീയെ, വേറൊരാളെ ഭാര്യയായി നിൽക്കുന്ന പെണ്ണിനെ സിന ചെയ്യുന്നവൻ ആ ആണിനും പെണ്ണിനും കാന അലൈഹി വഅലൈഹാ ഫിൽ ഖബരി നിസ്ഫു അദാബി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പകുതി ആളുകളുടെ ശിക്ഷ അവർക്കുണ്ട്. ഫൈദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളായാൽ യുഹക്കിമുല്ലാഹു സൗജഹാ, അല്ലാഹു തആല ആ പെണ്ണിൻ്റെ ഭർത്താവിനെ അവൻ്റെ ഹസനാത്തിൽ ഹാക്കിമാക്കി വെക്കും, വിധികർത്താവാക്കി വെക്കും. ഹാദാ ഇദാ കാന ബിഗൈരി ഇൽമിഹി, ഓൻ അല്ലാഹു തആല ആ ഭർത്താവിന് നന്മ കൊടുക്കും അവൻ്റെ അറിവോടുകൂടെയല്ല നടക്കുന്നതെങ്കിൽ. ഭർത്താവിൻ്റെ അറിവില്ലാതെയാണ് ഭാര്യ ഈ പണിക്ക് നിൽക്കുന്നതെങ്കിൽ ഭർത്താവിന് നന്മ മുൻതൂക്കം കൊടുത്ത് അല്ലാഹു രക്ഷപ്പെടുത്തും. ഫൈൻ അലിമ, ഭർത്താവ് അറിഞ്ഞിട്ടുണ്ട്, വസക്കത, മൗനം പാലിച്ചാലോ, ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആ ഭർത്താവിന് അല്ലാഹു സ്വർഗം നിഷിദ്ധമാക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ചെറിയ വിഷയ. കാരണം ലിഅന്നല്ലാഹ തആല കതബ അലാ ബാബിഹാ, സ്വർഗത്തിൻ്റെ ഭാവിയിൽ അല്ലാഹ് എഴുതി വെച്ചിട്ടുണ്ട്, അൻതി ഹറാമുൻ അലദ് ദയ്യൂസ്, സ്വർഗമേ ദയ്യൂസിന് നീ ഹറാമാണ്. ദയ്യൂസ് എന്ന് പറഞ്ഞാൽ വഹുവല്ലദീ യഅലമു ബിൽ ഫാഹിശതി ഫീ അഹ്ലിഹി വയസ്കുതു വലാ യഗാറു, ഭാര്യയിൽ ഇങ്ങനെ കുഴപ്പമുണ്ട് എന്ന് അറിഞ്ഞിട്ടും ദേഷ്യം പിടിക്കാതെ മൗനം പാലിച്ചു മുന്നോട്ട് നീങ്ങുന്നവൻ. അങ്ങനൊക്കെ ഉണ്ടായിക്കോട്ടെ, നമ്മളെ കാര്യം നടക്കുന്നുണ്ടല്ലോ, അങ്ങനൊക്കെ ഒരു ഭാഗത്ത് നടക്കണേ, നമ്മളെ കാര്യം നടക്കുന്നുണ്ടല്ലോ എന്ന് കരുതി അവൻ മൗനം പാലിച്ച് ഈ വിഷയത്തിലൊന്നും പറയാതെ ദേഷ്യം പിടിക്കാതെ ഉപദേശിക്കാതെ മൗനമായി മുന്നോട്ട് നീങ്ങുന്നവൻ, അവനാണ് ദയ്യൂസ്. അവന് സ്വർഗം ഹറാമാണ്. സ്വർഗത്തിൽ ദയ്യൂസ് പ്രവേശിക്കൂല. അല്ലാഹ് ഹറാമാക്കിയതിൽ ഒരു ഹലാലിൻ്റെ പരുവം വന്നു, അവിടെ വിഷയം. ഇത് അല്ലാഹ് ഹറാമാക്കിയൊരു വിഷയമായിട്ട് ഇവൻ്റെ കാഴ്ചപ്പാടിൽ അതൊന്നും ഇപ്പം അങ്ങനെയൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള ഒരു ഒപ്പിക്കൽ പരിപാടി, ഒരു നടപടി അവൻ്റെ ഭാഗത്തു നിന്ന് വന്നതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ് അല്ലാഹു തആല ഏൽപ്പിക്കുന്നത്. ഇത് ചെറിയ വിഷയം അല്ല. നിങ്ങൾ നോക്ക്, പരക്കെ പുതിയ നിയമങ്ങളൊക്കെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പച്ചക്കൊടി നാട്ടി വരുമ്പോൾ അവിടെ വർദ്ധിക്കുന്നത്, പെരുകുന്നത് ഈ പറയുന്ന ദുരന്തമാണ്. ജിന പെരുകി വരും. അതുമായിട്ടുള്ള മാരക രോഗങ്ങൾ കുമിഞ്ഞുകൂടും. ആവശ്യങ്ങളൊക്കെ അങ്ങനെ, അതാപൊക്കെ എത്ര ശക്തമായിട്ട് വളർന്ന് പന്തലിച്ചു വരും. അപ്പോൾ ഈ വിഷയം, ഈ കാര്യം ജീവിതത്തിൽ ഏറ്റവും തകരാറാക്കുന്ന, വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. അല്ലാഹു തആല സൂറത്തുന്നൂറിലൂടെ ഈ നിയമം പഠിപ്പിക്കുമ്പോൾ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, നമ്മളെല്ലാവരും സൂക്ഷിക്കണം. പുരുഷന്മാരും സ്ത്രീകളും ഇടകലർന്നിട്ട് താമസിക്കുന്ന ഹോസ്റ്റലുകളിൽ നമ്മളെ മക്കളെ പഠിക്കാനും പഠിപ്പിക്കാനും വിട്ടേക്കരുത്. ഇടകലർന്ന് സ്വൈരവിഹാരം നടത്തുന്ന ഹോസ്റ്റലുകളുണ്ട്, ഇല്ലെന്ന് പറയാൻ കഴിയില്ല. ഇഷ്ടം പോലെ വിഹരിക്കാനും നടക്കാനും സ്വതന്ത്രമായിട്ടുള്ള ഏർപ്പാടുകളിലേക്ക് നമ്മൾ പഠിക്കാൻ വിടരുത്. കഴിവിൻ്റെ പരമാവധി ആ വിഷയം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഈ വിഷയത്തിനൊന്നും ഒരു ലിമിറ്റ് ഉണ്ടാകൂല. ഇത്ര ഗൗരവത്തിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയ നോക്ക് നിങ്ങൾ, എത്ര വലിയ വിഷയമാണ്. ഉണ്ട്, അത് വേറെ ഹദീസുണ്ട്. അയൽവാസി പെണ്ണിനെ വ്യഭിചരിക്കുന്നത് നിങ്ങൾക്ക് വേറെ 10 സ്ത്രീകളെ, അല്ലെങ്കിൽ മറ്റു റിപ്പോർട്ടിൽ വേറെ 100 സ്ത്രീകളെ വ്യഭിചരിക്കുന്നതിനേക്കാളും, അത് മറ്റു 100 സ്ത്രീകളെ വ്യഭിചരിക്കുന്നതാണ് ഇതിനെ വ്യഭിചരിക്കുന്നതിനേക്കാളും എളുപ്പം. എളുപ്പം എന്ന് പറഞ്ഞാൽ ഹലാലാന്നല്ല, ഒന്നിൻ്റെ ഗൗരവം സൂചിപ്പിച്ചതാണ്. അയൽവാസിയുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ അങ്ങനെ തന്നെ. അയൽവാസിൻ്റെ
കട്ടെടുക്കുന്നതും അതുപോലെ തന്നെ കളവ് നടത്തുന്നതും വഞ്ചിക്കുന്നതും ഒക്കെ അങ്ങനെ തന്നെ. അത് അയൽവാസിയുമായിട്ടാവും കുറച്ചുകൂടി ഗൗരവം കൂടും. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് മുത്തസവ്വിജായ വിവാഹിതയായ സ്ത്രീകളാണ് ഒന്ന്. രണ്ടാമത്തൊന്ന് ഞാൻ പറയട്ടെ, വിവാഹിതയായ സ്ത്രീകൾ അധികവും ഒറ്റക്കാരും വിദേശത്തൊരു ജോലിക്ക് വേണ്ടി പറഞ്ഞേക്കരുത്. ഏത് സബീലാണ് കഴിവിൻ്റെ പരമാവധി നാട്ടിൽ നമ്മളെ പരിചയത്തിൽ എന്തെങ്കിലുമൊക്കെ ഹലാലായ ജോലിനെങ്കിൽ അതിൽ നിർത്തിക്കോളും. അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാനോ പറയാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ ഡേഞ്ചർ കേസാണത്. എല്ലാവരും അങ്ങനെയാണ് എന്ന അർത്ഥത്തിൽ ഹുക്മയ്യല്ല, പക്ഷെ അങ്ങനെയുള്ള വിഷയങ്ങൾ പെരുത്തു വരികയാണ്. പണം ഒരു പക്ഷേ ഇഷ്ടം പോലെ ലഭിച്ചേക്കും. അതല്ലല്ലോ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും അതല്ലല്ലോ. വെറും ഒരു പണം മാത്രമല്ലല്ലോ ലക്ഷ്യം, സമ്പത്ത് മാത്രമല്ലല്ലോ ലക്ഷ്യം. അത് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട വിഷയമാണ്. ഇടപഴകുമ്പോഴും കല്യാണം കഴിച്ച് അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഭർത്താവ് 2 വർഷം നിൽക്കണേ പറ്റില്ല നിങ്ങൾ പറഞ്ഞ്, അതെ, അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നുകിൽ കൂടെ കൊണ്ടുപോകാനുള്ള സൗകര്യം ഒരുക്കണം. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയ നിയമങ്ങൾ പ്രധാനപ്പെട്ട നിയമമാണല്ലോ. ഉമർ റളിയല്ലാഹുവിൻ്റെ മോളോട് പോയിട്ട് ചോദിച്ചു, മോളെ എത്ര ക്ഷമിക്കും? അപ്പോൾ 2 റിവായത്തുണ്ട്. ഒരു റിവായത്തിൽ 6 മാസം തന്നു, വേറെ റിപ്പോർട്ടിൽ 4 മാസം തന്നു. ഉമർ റളിയല്ലാഹു പാസ്സാക്കി. പിന്നെ പുറത്തൊക്കെ ജോലിക്ക് പോകണോല് 4 മാസം കഴിഞ്ഞാൽ ഉടനെ വന്നോളണം. അത് ഇസ്ലാമിൻ്റെ ഒരു ഹുക്കം തന്നെയാണ്. കഴിയുന്നവർ അങ്ങനെ കൊണ്ടുപോകണം, അല്ലാത്തവർ ഇടക്കിടക്ക് വന്ന് വിസിറ്റ് ചെയ്ത് പോകണം. അപ്പം അതിന് എല്ലാവർക്കും ഒരുപോലെ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വേണ്ട രൂപത്തിൽ നിർവഹിക്കണം, സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ചാൻസ് കിട്ടുമ്പോൾ ഒരു ചെറിയ വിസിറ്റൊക്കെ ഉണ്ട്, 1 മാസത്തിന് ഞാൻ അങ്ങോട്ട് പോന്നോട്ടെ. 1 മാസം കഴിഞ്ഞ് പിന്നെ ഒരു 4 മാസം കഴിഞ്ഞ് ആൾ ലീവിന് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഏകദേശമൊക്കെ ഒരു പൂരിപ്പിച്ചു. ഒരു വർഷത്തിൻ്റെ 6 മാസത്തിൻ്റെ ഇടയ്ക്ക് 1-2 വന്നാൽ ഏകദേശം അതിൻ്റെ ഒക്കെ എന്നോടൊക്കെ ഒരു ബാധ്യത പുലർത്തിയല്ലോ. ഇതിപ്പോൾ ദിവസവും ഇവിടെ ഉണ്ടായാലുള്ള കഥ എന്താ? അതല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അത് വളരെ മോശമാണ്. 5 കൊല്ലമായാലും 4 കൊല്ലമായാലും അല്ല, നിയമപരമായിട്ടുള്ള തടസ്സമല്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് അള്ളാഹു എളുപ്പം കൊടുക്കട്ടെ. കുടുങ്ങിക്കഴിയുന്നവരുണ്ട്, നമ്മൾ ആ വിഷയത്തിൽ അവരെ പറയല്ല. ചിലർ കുടുങ്ങിക്കഴിഞ്ഞവർ ഇതൊന്ന് കിട്ടിയെങ്കിൽ നാട്ടിൽ പോകാമെന്ന് കരുതിക്കണമല്ലൊക്കെ ഉണ്ട്. അതുപോലെ കടലാസൊന്നും കിട്ടണ്ടേ, അള്ളാഹു എളുപ്പമായി കൊടുക്കട്ടെ. അല്ല അവിടെ ഇങ്ങനെ കൂടെ ഇവിടെ വില ഇങ്ങനെ അങ്ങനെ ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാകുമല്ലോ. അതിൻ്റെ പേരിൽ ഒരു കുറ്റം ചുമത്തപ്പെടും. അത് വരാത്തത് കൊണ്ടും നടക്കാത്തത് കൊണ്ടൊക്കെ ആകുമ്പോൾ അതും. മറ്റൊന്നേ, ഇനിയൊരു കാര്യം കൂടി പറയട്ടെ. പ്രായം ഒക്കെ ഏകദേശം 10-21 ആകുമ്പോൾ ആൺകുട്ടികളെ കൊണ്ട് മഹറെടുത്ത് പെണ്ണെട്ടിക്കാൻ വാപ്പാർ കഴിയുമെങ്കിലേ ഏറ്റവും നല്ല അതാണ്. നിങ്ങൾ അനുകൂലിച്ചാലും ശരി പ്രതികൂലിച്ചാലും ശരി. എന്തിനാണ് 26-28 ആകാൻ കാത്തു തീർക്കുന്നത്? എന്നാ പിന്നെ അതിനേക്കായി നല്ല കഴിച്ചായിരിക്കും. നോമ്പ് വിൽക്കാൻ പറഞ്ഞാൽ മതി 2 ദിവസം. അതൊരു 21 ആകുമ്പോൾ അങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കല്യാണം കഴിച്ചു. അലി റളിയല്ലാഹുവിന് 21 വയസ്സ്, ഫാത്തിമ ബീവിക്ക് 18 വയസ്സ് കല്യാണം നടക്കും. നമ്മളിത് ഇങ്ങനെ നിങ്ങൾ വാപ്പാനോടൊന്ന് പറയും, ഞാൻ എന്ത് ചെയ്യാനാന്ന് കുട്ടികൾ ചോദിക്കുകയാണ്. വാപ്പാർക്ക് ഇപ്പോഴും കൂട്ടല്ല, കുട്ടികളൊക്കെ ഒന്നുണ്ട് ഇറങ്ങട്ടെ, എല്ലാവരും ഇങ്ങനെ കുറച്ചുകൂടിയും കാലൊക്കെ പോയിക്കോട്ടെ, എന്നാൽ പിന്നെ ഏറെ കൂടുതൽ മീനും ഇറച്ചിയും വാങ്ങണ്ടല്ലോ. അങ്ങനെ ആകരുത്. അവിടെ നമ്മൾ നല്ല മാതൃക സൃഷ്ടിക്കണം. ബഹുമാനപ്പെട്ട TC ഉസ്താദ് അള്ളാഹു ദർജേറ്റി കൊടുക്കട്ടെ, 15 വയസ്സായാൽ കുട്ടീനെ വിളിക്കും. ഉസ്താദിൻ്റെ ഒരു സൂക്ഷ്മത നോക്കണം. പിന്നെ അനക്കിപ്പോൾ 15 വയസ്സായി ആയി, ആനക്കൊരു പെണ്ണ് വേണമെങ്കിൽ ഞാൻ കെട്ടിച്ചേരാം. ആൺകുട്ടികളെ വിളിച്ച് ചോദിക്കുകയാണ്, ഇത് ജോലി എത്തുന്ന വരെ ചിലവ് ഞാൻ നടത്തിവിടാം, മഹറൊക്കെ ഞാൻ തരാം, ഞങ്ങളൊക്കെ ഒരുക്കാണെങ്കിൽ റെഡി. ഒരുക്കല്ല എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ജന്ത് ചെയ്യണ തെറ്റും ഞാൻ അറിയില്ല, ഇജ് പഠിച്ചോന്ന് തേൽക്കേണ്ടി വരും. ഉസ്താദിൻ്റെ ഉപദേശം റെഡിയാണ്. അത് വെറുതെ ഒരു കോമാളിത്തത്തിന് ചോദിക്കല്ല, റെഡിയാണ്. ആ 15 ഒരുങ്ങിയാണോ ആൾ റെഡിയാണോ, 20 ആൾ റെഡിയാണോ, ഉസ്താദ് ചിലവ് വഹിക്കും. ഇത് നമ്മളെ ഉള്ളതൊന്നും പോകാനും പാടില്ല. ഓൽക്ക് എവിടുന്നെങ്കിലൊക്കെ ഒപ്പിച്ച് കിട്ടും വേണോ, ഒന്നിങ്ങനെ ഒക്കും വേണം എന്നൊക്കെ ആയാലും എങ്ങനെ നടക്കണ്. ഇതൊക്കെ ഏകദേശം ഒരുമിച്ച് കൂട്ടി അതിനല്ലേ. അപ്പോൾ ഉസ്താദെ ഒരു 4-5 പവനൊക്കെ മഹർ കൊടുക്കുമ്പോൾ എത്ര ലക്ഷപ്പതിന് വേണ്ടി വരും. പെന്തത്തിനപ്പങ്ങൾക്ക് ഉണ്ടാക്കിയത്
അപ്പോൾ കുറച്ചൊക്കെ ഒരു കഠിനാധ്വാനം വേണ്ടി വരും. ഏറെ വൈകരുത്. 20ഉം 25ഉം ഒക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ ഒരു ദുരിതം തന്നെയാണ്. അപ്പം ഏറെ കഴിയാതെ ഒരു സ്റ്റെപ്പിലെത്തുമ്പോഴേക്ക് കാര്യങ്ങളൊക്കെ തരപ്പെടുത്തിയിട്ട് വിവാഹം ചെയ്ത് വിടണം. പെൺകുട്ടികളത് മാത്രം നോക്കിയാൽ പോരാ. അതിപ്പോൾ നമ്മൾ പെൺകുട്ടി +2 ആണ്, അപ്പോൾ ഏകദേശം നോക്കാൻ ഉറപ്പിക്കാനായി എന്നാൽ ആൺകുട്ടികൾക്ക് ഉണ്ട് ഒരു +2, പെൺകുട്ടികൾക്ക് മാത്രമല്ല +2 എല്ലാവർക്കും ഉണ്ട്. അത് ഇപ്പുറത്ത് കാണും. അപ്പോൾ ഒരു 10, 25, 20, 21 കൊണ്ട് കഴിയുമ്പോഴത്തിന് നമ്മൾ ഏകദേശം ആ മേഖലയിൽ പ്രവേശിക്കണം. കുട്ടികൾ ഇപ്പുറത്തുനിന്ന് നിങ്ങൾ വാപ്പാനോടൊന്ന് എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടാകരുത്. നമ്മൾ ആ വിഷയത്തിലും വേണം ശ്രദ്ധിക്കുക. ഇത് പെൺകുട്ടികളൊക്കെ വാപ്പ വേഗം കെട്ടിച്ചാൽ നമ്മളത് നോക്കിയില്ല, അങ്ങനെ വയസ്സ് 28 എന്ന് പറഞ്ഞാൽ വിഷമം തന്നെയാണ്. നിങ്ങളെ കുട്ടിക്ക് വയസ്സായോ? അയാൾ വേഗം നോക്കണോ? അതിൽ കാത്തിക്കാൻ വേണ്ട. പണിയനുസരിച്ച് വേഗം തരപ്പെടുത്തി കൊടുത്താൽ മതി. ഇതങ്ങനെയല്ല, പണിയായിട്ടുണ്ട് 3-4 കൊല്ലം കാത്തിക്കണതേ, അതല്ലേ വലിയ ബേജാറ്. പണി ഏകദേശമൊക്കെ നമ്മളനുസരിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് ഒരു ജോലിയിലൊക്കെ ഒന്ന് കയറ്റിയിട്ട് ഒരു ഏകദേശം ഒരു മൊബൈലൊരു കൊല്ലൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് വിവാഹമാക്കുക. അതൊക്കെ ഉദ്ദേശമാക്കിയിട്ട് പിന്നെ തറൊക്കെയായിട്ട് ഒറ്റ ജോലി കയറി 5-4 കൊല്ലം കൈയിട്ട് അറിയുമ്പോൾ പിന്നെയും വയസ്സ് 4 കൂടുകയാണ്. അപ്പോഴും ഇപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്ന അയാളെ വിചാരങ്ങളൊക്കെ അടക്കി പിടിച്ച് മുന്നോട്ട് പോകണ്ടേ. അതുകൊണ്ടാണ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സമയത്തിക്കഴിഞ്ഞാൽ വേഗം നിർവഹിക്കേണ്ട കാര്യങ്ങൾ പെട്ടതാണ് തസ്വീജ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് വൈകിപ്പിക്കരുത്. അതും ഇത്തരം വിഷയങ്ങൾക്കൊന്നും കാരണമാകരുത്. ഇതെന്താ അങ്ങനെ ചെയ്ത്? എൻ്റെ വാപ്പ തന്നത്ര ശ്രദ്ധിച്ചില്ലേന്നു. എൻ്റെ ഉമ്മാനോടൊക്കെ അങ്ങനെ പറഞ്ഞു നോക്കിയിരുന്നു. വാപ്പ കുറച്ച് കേട്ടെ എന്നിങ്ങനെ പറഞ്ഞു. 25 ഇങ്ങനെ പറഞ്ഞു നോക്കിയിരുന്നു. വാപ്പാൻ്റെ തുണക്കാരോടും പറയുന്നു. വാപ്പക്ക് യാതൊരു കുശലും ഉണ്ടായില്ല. വാപ്പ പറഞ്ഞു ഓനൊരു ചെറിയോനാണ്. ഒരു 30 ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് ചൂടായപ്പോഴാണ് വാപ്പ എന്നാ ഇനി നോക്കാന്ന് പറഞ്ഞത്. അങ്ങനെ ആകരുത്. നമ്മൾ ആ വിഷയത്തിലൊക്കെ ചെയ്യേണ്ടതുപോലെ കാര്യങ്ങൾ അതിൻ്റെ മട്ടത്തിൽ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിഷയങ്ങളൊക്കെ അള്ളാഹു എളുപ്പം നൽകുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാതിൻ ലഅല്ലകും തദക്കറൂൻ. അസ്സാനിയതു വസ്സാനി ഫജ്ലിദൂ കുല്ല വാഹിദിൻ മിൻഹുമാ 100 ജൽദ ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين.